ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെടുത്തി ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ഡിവൈസ് ആണ് നോക്കാൻ പോകുന്നത്. എന്താ മക്കളെ? ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടതും കേട്ടതും പരിചയമുള്ളതുമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇൻപുട്ട് ഡിവൈസിൽ വരുന്നത്, അല്ലേ? അപ്പോൾ സംഭവം കുറച്ചധികം ഉണ്ടെങ്കിലും നമുക്കത് വേഗം പഠിച്ചു പോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയും. മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാളിതുവരെ PSC ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റിൻ്റെയും ഉത്തരങ്ങൾ നിങ്ങൾ അവസാനം പറയാൻ പോവുകയാണ്. ഓക്കെ, പഠിപ്പിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കുറച്ച് എളുപ്പമായിട്ട് തോന്നും. ചില കാര്യങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഇൻപുട്ടിൽ കേൾക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ കമ്പ്യൂട്ടർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരാൾ മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളോട് നമുക്കിവിടെ കവർ ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഒരു IT ആൻഡ് സൈബർ ലോ ക്ലാസ് നമുക്കിപ്പോൾ 10 മാർക്കിന് നോക്കിയാൽ IT ആൻഡ് സൈബർ ലോ ക്ലാസ്സിൽ ഇൻപുട്ടിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളതിനേക്കാൾ വലിയ ചോദ്യങ്ങൾ പലപ്പോഴും ഇപ്പോൾ ചോദിച്ച് കാണുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ യൂസസ്, അതുപോലെ അതിൻ്റെ ഫങ്ഷൻസ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യം, ഐഡന്റിഫിക്കേഷൻ, ഈ പ്രധാനപ്പെട്ട ഈ 3 ഏരിയയിൽ നിന്നാണ് നമുക്ക് എന്ത് വരിക, ചോദ്യങ്ങൾ വരിക. പക്ഷേ സ്പെഷ്യൽ കേസിൽ നിന്ന് വരും ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ JCA പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള നമ്മുടെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള നമ്മുടെ കീബോർഡൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, പിന്നെ മൗസ് എടുക്കും, മൗസിൻ്റെ ആക്ഷൻസ് എല്ലാം പഠിച്ച് നമ്മൾ പോകണമെന്നുള്ളതാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഉറപ്പായിട്ടുള്ള 1 മാർക്കിന് വേണ്ടി. ഇൻപുട്ട് ഡിവൈസിന് 1 മാർക്ക് ഉറപ്പാണ് മക്കളെ. ഇൻപുട്ട് ഡിവൈസിന് 1 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും അതിനെ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ്, അതുപോലെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, ഇങ്ങനെ പ്രധാനമായിട്ടും 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലേ? കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചില്ല, പക്ഷേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ന്യൂമാൻ ആർക്കിടെക്ചറൊക്കെ ഇതിന് മുന്നേയുള്ള ക്ലാസ്സിൽ പറഞ്ഞാണല്ലേ. ജോൺ വോൺ ന്യൂമാൻ ആണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ പിതാവ്. അദ്ദേഹമാണ് ഈ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഇൻപുട്ട്, അതുപോലെ പ്രോസസ്സിങ്, അതുപോലെ ഔട്ട്പുട്ട്, ഇങ്ങനെയുള്ളൊരു ആർക്കിടെക്ചർ കൊണ്ടുവന്നതെല്ലാം അദ്ദേഹമാണെന്ന് പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലൊന്നാണ് എന്ത് മക്കളെ? ഇൻപുട്ട്, അല്ലേ? ഇൻപുട്ട് അല്ലേ? എന്താണ് ഇൻപുട്ട്? ഇൻപുട്ട് എന്ന് പറയാൻ എന്തിരിക്കടാ, എങ്ങനെ ഇരിക്കും? നമ്മുടെ കണ്ണിനും ചെവിക്കും. നമ്മളൊരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനും ചെവിക്കും, അതുപോലെ നാവ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണല്ലേ, സ്കിൻ ഒരു ഇൻപുട്ടാണ്. അതായത് നമ്മുടെ സെൻസ് ഓർഗൻസ് അല്ലേ, അതായത് ഇൻഫോർമേഷൻ അകത്തേക്ക് സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ഇൻഫർമേഷൻ അകത്തേക്ക് നമുക്ക് ഈ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഡിവൈസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻപുട്ട് ഡിവൈസ് എന്ന് വിളിക്കാം. ഇൻപുട്ട് യൂണിറ്റ് ഈസ് യൂസ് ടു എൻ്റർ ദ ഡാറ്റ ഇൻ ടു ദ കമ്പ്യൂട്ടർ, അല്ലേ? നമ്മൾ കമ്പ്യൂട്ടറിലെ ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏത് യൂണിറ്റിനെ നമുക്ക് എന്ന് വിളിക്കാം? ഇൻപുട്ട് യൂണിറ്റ് എന്ന് വിളിക്കാം. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇറ്റ് ആക്സസ് എ ലിസ്റ്റ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ യൂസർ ആൻഡ് കൺവേർട്സ് ഇൻ ദ കമ്പ്യൂട്ടർ അക്സെപ്റ്റഡ് ഫോർമാറ്റ് ആൻഡ് പ്രൊവൈഡ്സ് ദ കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻ ടു ദ സിസ്റ്റം ഫോർ ഫർദർ പ്രോസസിംഗ്, അല്ലേ? നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിന് സമാനമായിട്ടുള്ള ആസ്കി കോഡ് അത് ക്രിയേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്തൊരു ഔട്ട്പുട്ട് ആയിട്ടുള്ള ടൈപ്പ് ചെയ്യുമ്പോൾ പുറത്തിരിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യം അവിടെ നടക്കണം. ഒന്നും പഠിക്കാനില്ല അവിടെ കേട്ടോ, അവിടെ ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ ഒത്തിരി കൺഫ്യൂഷനും വേണ്ട, ജസ്റ്റ് അതിനെക്കുറിച്ച് എഴുതി വെച്ചേക്കണേ ഉള്ളൂ. ഇൻപുട്ട് ഡിവൈസ് ആർ ജസ്റ്റ് സിമിലർ ടു അവർ ഐസ് ആൻഡ് എയർസ്, അല്ലേ? ഐസ് നമ്മുടെ കണ്ണ്, ചെവി, അതുപോലെ നമ്മുടെ സെൻസ് ഓർഗൻസിനെ പോലെയൊക്കെയാണ് നമുക്ക് ഇൻപുട്ട് ഡിവൈസിനെ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്കൊന്ന് താരതമ്യപ്പെടുത്താൻ പറ്റുക. ഇനി പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസ് നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ മതി. കീബോർഡ് എന്ന് പറയുമ്പോൾ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നു കീബോർഡ്. അതുപോലെ ട്രാക്ക് ബാൾ എന്ന് പറയുന്ന സാധനം, ഇതെല്ലാം നമ്മൾ കണ്ട് പഠിക്കാൻ പോകാൻ കേട്ടോ. മൗസ് പോലെ ഇരിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ട്രാക്ക് ബാൾ. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, നിങ്ങൾ PSC പരീക്ഷയിൽ OMR പേപ്പറാണ് പൂരിപ്പിക്കുന്നതല്ലേ? അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് കമ്പ്യൂട്ടറാണ് പരീക്ഷാ പേപ്പർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന പോലെ കൃത്യമായിട്ട് ബബിൾ ചെയ്യണം. പുറത്തോട്ട് പോയാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തില്ല, അല്ലേ? അപ്പോൾ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, അതുപോലെ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. ബാങ്കിങ് ഒക്കെ പഠിക്കുന്ന ആളെ സംബന്ധിച്ച് MICR കോഡിനെ കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് മക്കളെ വരുന്നത്? സാധാരണ ചെക്കുകളിലാണ് കാണപ്പെടുന്നത്, അല്ലേ? അതുപോലെ സ്കാനർ നിങ്ങളെ വീഡിയോയിൽ കാണും, നിങ്ങൾ ഉറപ്പായിട്ട് ഒരിക്കലും കണ്ടിട്ടുണ്ടാവും. മൈക്രോഫോൺ, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വോയിസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സാധനം മൈക്രോഫോൺ. ഫോണിലുണ്ട് മൈക്രോഫോൺ, എല്ലായിടത്തും മൈക്രോഫോൺ ഉണ്ടല്ലേ, പല സ്ഥലങ്ങളിലും ഉണ്ട്. ഓക്കെ, അതുപോലെ RFID റീഡർ, അല്ലേ? RFID എന്ന് പറയുമ്പോഴത്തേക്കും റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ആണ് വന്നത്. എന്താണ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ? പ്രധാനമായിട്ടും വൈൽഡ് ആനിമൽ റിസർച്ചിലെല്ലാം ഇപ്പോൾ നിങ്ങൾ ഒരു കാട്ടിൽ ഉള്ള ഒരു കടുവ, ആ കടുവയുടെ സാന്നിധ്യം ഇപ്പം ഇല്ലാന്ന്
ഫോറസ്റ്റിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ കടുവ ചത്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കാറുണ്ട്. അതായത് ഈ കടുവ അവിടെ ഉണ്ടോ, കടുവ എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ കടുവയ്ക്ക് പേരിടും, മനസ്സിലായില്ലേ? അതുപോലെ കാട്ടാനകൾക്കൊക്കെ എങ്ങനെയാണ് പേരിടുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈൽഡ് അനിമൽ റിസർച്ചിലൊക്കെ നമുക്ക് ഒരുപാട് സഹായിക്കുന്ന സാധനം RFID വേറൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒരു അരിനെല്ലിൻ്റെ വലുപ്പമുള്ള ഒരു സാധനമാണ് എന്ത് റേഡിയോ ഫ്രീക്വൻസി ID ചിപ്പ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ അനിമൽസിനെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഏത് അനിമലാണെന്ന് നമുക്ക് ഈ പറഞ്ഞ റീഡർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും കേട്ടോ. മാത്രമല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചിപ്പുള്ള ഡോഗിനെ കണ്ടു കാണും. ചിപ്പുള്ള ഡോഗ്, അതായത് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഗ് ആണ് ഏറ്റവും കൂടുതൽ ചിപ്പ് വെച്ചൊക്കെ വരുന്നുണ്ട്. പഗ് മാത്രമല്ല, എല്ലാത്തിനും ചിപ്പുണ്ട്. ബേസിക്കലി നമ്മളിപ്പോൾ ഒരു നല്ലൊരു ബ്രീഡറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഡോഗിനെ വാങ്ങുന്നു വെച്ചോളൂ, പ്യുവർ ആയിട്ടുള്ള ഒരു ബ്രെഡ് ഡോഗിനെ വാങ്ങുന്നു. അപ്പോൾ അതിനെന്തുണ്ടായിരിക്കണം, ചിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മദറിൻ്റെ പെഡിഗ്രിയും അതുപോലെ ഫാദറിൻ്റെ പെഡിഗ്രി, അതിൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിലുണ്ടാവും, ഈ ചിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ ചിപ്പ് എന്താണ് ഒരു റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ഇതിൻ്റെ സ്കിന്നിൻ്റെ അടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ട് പോയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അനിമലിനെ. കാരണം പഗ് കണ്ടാൽ എല്ലാം ഒരുപോലെ ഇരിക്കില്ലേ. ഇത് എൻ്റെ 100 പഗ്ഗിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കൂലേ. ഇതിൽ ഏതാ എൻ്റെ എങ്ങനെ തിരിച്ചറിയും? ഒന്നുകിൽ പട്ടി നമ്മളെ തിരിച്ചറിയണം. 100 എണ്ണം ഉണ്ട്, പെട്ടൂരിടാം നമ്മൾ. നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് എന്താ, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിറ്റി. പിന്നെ ഡിജിറ്റൽ ക്യാമറ എല്ലാവരുടെയും കയ്യിലുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈലിൻ്റെ ബാക്കിൽ നിന്നുണ്ട് ഡിജിറ്റൽ ക്യാമറയുണ്ട്. അതുപോലെ മൈക്രോഫോൺ പറഞ്ഞു. ലൈറ്റ് പെൻ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അതായത് നമ്മുടെ ഈ CRT മോണിറ്ററൊക്കെ ഉള്ള സമയത്ത് തന്നെ അന്ന് ടച്ച് ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിൽ വരയ്ക്കാനൊക്കെ സഹായിച്ചിരുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ വോയിസ് റെക്കഗ്നിഷൻ അലക്സ, സിറി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അലക്സ, ഹായ് അലക്സ, ഹൗസ് ദ വെദർ എന്ന് ചോദിച്ചാൽ ആമസോൺ അലക്സ എന്ത് പറയും, വെദർ ഇന്ന പോലെയാണെന്ന് പറയും അല്ലേ. അതുപോലെ നമുക്ക് നല്ലൊരു പാട്ട് വയ്ക്കാൻ പറ്റുന്ന അലക്സ പാട്ട് വെച്ച് തരും. അപ്പോൾ അത് വോയിസ് റെക്കഗ്നിഷൻ, നമ്മുടെ കൈ കൊണ്ട് തൊടാതെ മുഖം പോലെ ഉപയോഗിക്കാൻ, നമ്മുടെ ശബ്ദം കൊണ്ട് കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന സംഗതിയാണ് വോയിസ് റെക്കഗ്നീഷൻ വരിക. അതുപോലെ ബാർകോഡ് റീഡർ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റിലെല്ലാം പടപടാ എന്ത് ചെയ്യുന്നത്, അവർ ബില്യൺ കണ്ടിട്ടില്ലേ. യെസ്. അതുപോലെ മൗസ് നമുക്കറിയാം. ടച്ച് പാഡ് വ്യത്യസ്തമാണ്. ടച്ച് പാഡ് നമ്മുടെ ലാപ്ടോപ്പിലുള്ള മൗസിന് പകരം ഉപയോഗിക്കുന്ന ചെറിയൊരു സാധനം ടച്ച് പാഡ്. ജോയ്സ്റ്റിക്ക്, ഗെയിം കളിക്കുന്ന ഒരു സാധനമാണ്. ഇത്രയും സാധനങ്ങൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് നോക്കാം മക്കളെ. പണ്ട് തൊട്ടേ PSC ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യമാണെന്ത്, പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന്. ഉത്തരം ഇത്രയേ ഉള്ളൂ, കീബോർഡ്. അതുപോലെ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം എന്താ, മോണിറ്റർ ആണ് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു പോകണം കേട്ടോ. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീബോർഡും മൗസും കണ്ടാൽ നിങ്ങൾ കണ്ണും പൂട്ടി എഴുതിക്കോ കീബോർഡ് ആണെന്ന്. പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് കാണുന്നു, പ്രിന്ററും അതേപോലെ നമ്മൾ മോണിറ്ററും കാണുന്നു. അപ്പോൾ ഓപ്ഷനിൽ ഒരിക്കലും കൺഫ്യൂഷൻ ആകേണ്ട, മോണിറ്റർ ആണ് കേട്ടോ. അതിപ്പോഴേ പഠിച്ചു പോണേ. ഇനി കീബോർഡ് നോക്കാം. കീബോർഡ് ഈസ് ദ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ, നമുക്കറിയാം അതല്ലേ. അതുപോലെ കീബോർഡ് ഈസ് കൺസിഡർഡ് ആസ് എ സക്സസർ ഓഫ് ദ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിന്റെ സക്സസർ അല്ലേ, ടൈപ്പ് റൈറ്ററിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്നു കീബോർഡ് അല്ലേ. ടൈപ്പ് റൈറ്റർ എന്ന് പറയുമ്പോൾ എന്നതാ, നമുക്കറിയാം കമ്പ്യൂട്ടർ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതുന്നതിനേക്കാൾ വൃത്തിയായിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ടല്ലേ, നമുക്ക് കൂടുതൽ വൃത്തിയായിട്ടുള്ള എഴുത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിർമ്മിച്ച സാധനമാണ് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്നു കീബോർഡ്. കാരണം എന്താ മക്കളെ, ക്യൂർട്ടി കീബോർഡ് എന്ന് പറഞ്ഞ ആശയമുണ്ട് അല്ലേ. ക്യൂർട്ടി കീബോർഡ് എന്ന് പറഞ്ഞ ആശയം പലപ്പോഴും നിങ്ങൾ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരിക്കും, കണ്ടുപിടിക്കുക എന്നുള്ള പ്രശ്നമായിരിക്കും അല്ലേ. ക്യൂർട്ടി കീബോർഡിൽ അല്ലേടാ, ഇതിൽ എവിടെ ഇരിക്കുന്നേ, അല്ലേ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നേ. ഏത് അക്ഷരവും നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ, ക്യൂർട്ടി കീബോർഡ് ഇസ് എ ഡിഫറൻറ്റ് ലേഔട്ട് അല്ലേ, ഒരു പ്രത്യേക ലേഔട്ടാണ്. അപ്പോൾ അത് ആര് കൊണ്ടുവന്നല്ല എല്ലാം പഠിക്കാം, നോക്കാം. അപ്പോൾ എന്താണ്, കീബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്പ് റൈറ്ററിന്റെ ഒരു സക്സസർ ആയിട്ട് അറിയപ്പെടുന്നു. അതുപോലെ നോർമലി കീബോർഡ് ഈസ് യൂസ് ടു എൻ്റർ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ്, നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ് അല്ലേ. ടെക്സ്റ്റ്, നമ്പറുകൾ, സിമ്പിൾ, എന്ത് സാധനം നമുക്ക് കമ്പ്യൂട്ടറിനകത്തോട് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക, കീബോർഡ് ഉപയോഗിക്കുക അല്ലേ. ഓക്കെ അല്ലേ മക്കളെ, സംശയമില്ല കാര്യത്തില്. ഓക്കേടാ. അപ്പോൾ വേരിയസ് ടൈപ്സ് ഓഫ് കീബോർഡ്സ് ആർ ദെയർ. പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് ക്യൂർട്ടി കീബോർഡാണ്. ക്യൂർട്ടി കീബോർഡാണ് നമ്മുടെ യൂണിവേഴ്സൽ കീബോർഡ് എന്നറിയപ്പെടുന്നത് അല്ലേ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കീബോർഡ് ലേഔട്ട് ഏതെന്ന് ചോദിച്ചാൽ മക്കളെ അതെന്താണ്, ക്യൂർട്ടി കീബോർഡാണ്, മറന്നു പോകരുത്. പിന്നെ അസേർട്ടി കീബോർഡ് ഉണ്ട്, ഡൊറാക്ക് കീബോർഡ് ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഉപയോഗത്തിലില്ല അങ്ങനെ. പിന്നെ സയൻറ്റിഫിക് കീബോർഡ് ഉണ്ട്, ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന, ശാസ്ത്രജ്ഞന്മാരുടെ ഇപ്പോഴല്ല കേട്ടോ, നേരത്തെ പണ്ട് കാലങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീബോർഡുകൾ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ഈ ഫോർമുല കാര്യങ്ങളൊക്കെ, ടൈപ്പ് റൈറ്ററിലെ കാര്യം പറയുന്നുണ്ട്, ടൈപ്പ് റൈറ്ററിൽ ഇപ്പോൾ ഫോർമുലയൊക്കെ എൻ്റർ ചെയ്യാൻ വേറെ വഴിയുണ്ട്. അപ്പോൾ ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചിരുന്ന കാലത്ത് സയൻറ്റിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു സയൻറ്റിഫിക് കീബോർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ കീബോർഡ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കീബോർഡ് ഏതാ മക്കളെ, ക്യൂർട്ടി കീബോർഡ്. എന്താണ്,
ക്യോർട്ടി കീബോർഡ്. എന്താണ് ക്യോർട്ടി കീബോർഡ്? എന്താണ് ക്യോർട്ടി കീബോർഡ്? ഈ ക്യോർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതെന്താണ്? അതിന്റെ ഒരു പേരാണ്, നമ്മുടെ അറേഞ്ച്മെന്റ് ആണ് അല്ലേ. രണ്ടാമത്തെ റോ, നമ്മുടെ ടൈപ്പ് റൈറ്റർ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ റോയിലുള്ള അതിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് ക്യോർട്ടി എന്ന് പറയുന്നത്. QWERTY. ഇനി ക്യോർട്ടി കീബോർഡിന്റെ ഈ ഹോം റോ കൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റിയ ഏറ്റവും വലിയ വാക്ക് ഏതാണെന്ന് നിങ്ങൾ നോക്കാം. ഏതാ? ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന വാക്കാണ് കേട്ടോ. ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന വാക്കാണ് ഹോം റോ കൊണ്ട് എഴുതാൻ പറ്റിയ ഏറ്റവും വലിയ വാക്ക്. ഈ ക്യോർട്ടി റോ കൊണ്ട് എഴുതാൻ പറ്റിയ ഏറ്റവും വലിയ വാക്ക് കേട്ടോ. ആ ക്യോർട്ടി റോയെ നമ്മൾ ഹോം റോ എന്ന് പറയും. ഓക്കെ, എടാ ഹോം റോ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് ഹോം റോ മാറിപ്പോയി. ഹോം റോ എന്ന് പറയുമ്പോഴത്തേക്കും ക്യോർട്ടിക്ക് താഴെയുള്ള ASDF റോ ആണ്. അപ്പോൾ ഇത് ഏറ്റവും അപ്പർ റോ ആണ് ക്യോർട്ടി, അപ്പർ റോ ആണ്. 2-3 റോ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ റോ ആണ് ക്യോർട്ടി. അപ്പോൾ ഏറ്റവും മുകളിലത്തെ റോ കൊണ്ട് എഴുതാൻ പറ്റിയ ഏറ്റവും വലിയ വാക്കാണ് എന്ത്? ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേ. പിന്നെ ക്യോർട്ടി കീബോർഡ് ഈസ് ഇൻവെന്റഡ് ബൈ ക്രിസ്റ്റഫർ ലാഥം ഷോൾസ്. ഈ പേര് പഠിക്കണം കേട്ടോ, ഇപ്പോൾ തന്നെ പഠിച്ചു പോകണം. എന്താണ്? ക്രിസ്റ്റഫർ ഷോൾസ് അല്ലെങ്കിൽ ക്രിസ്റ്റഫർ ലാഥം ഷോൾസ്. ക്രിസ്റ്റഫർ ലാഥം ഷോൾസ് റെമിംഗ്ടൺ ടൈപ്പ് റൈറ്ററിലാണ് ഈ പറഞ്ഞ ആദ്യത്തെ ക്യോർട്ടി കീബോർഡ് കൊണ്ടുവരുന്നത് കേട്ടോ. റെമിംഗ്ടൺ കമ്പനി ഇറക്കിയ ടൈപ്പ് റൈറ്ററിലാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ ക്യോർട്ടി കീബോർഡ് കൊണ്ടുവരുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ ആണോ പറഞ്ഞത്? അപ്പോൾ ക്യോർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കീബോർഡാണ് കമ്പ്യൂട്ടറിലെ അല്ലേ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കീബോർഡ് ലേഔട്ട് ഏതാ മക്കളെ? ക്യോർട്ടി കീബോർഡാണ്. അതുപോലെ ആരാണ് ഇത് കൊണ്ടുവന്നത്? ക്രിസ്റ്റഫർ ലാഥം ഷോൾസ് ആണ് ഇത് കൊണ്ടുവന്നത്. അതുപോലെ ഈ പറഞ്ഞ ക്യോർട്ടി ലേഔട്ടിൽ വരുന്ന ആദ്യത്തെ റോ ആയിട്ടുള്ള ഫസ്റ്റ് റോ കൊണ്ട് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ വാക്ക് ടൈപ്പ് റൈറ്റർ എന്നാണ്. അതുപോലെ റെമിംഗ്ടൺ കമ്പനിയിലാണ് ആദ്യമായിട്ട് റെമിംഗ്ടൺ ടൈപ്പ് റൈറ്ററിലാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ ക്യോർട്ടി കീബോർഡ് അവതരിപ്പിക്കുന്നത്. എന്തിനായി ക്യോർട്ടി കൊണ്ടുവന്നറിയാമോ? ABCD എന്ന് വെച്ചാൽ പോരെയിരുന്നോ? വളരെ സിമ്പിളാണ്. നമുക്ക് ടൈപ്പ് റൈറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ടൈപ്പ് ഹെഡ് പോയി പേപ്പറിൽ പ്രിന്റ് ചെയ്ത് തിരിച്ചു വന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? അതിന്റെ ഇംപ്രിന്റ് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ച സമയത്ത് അവർ നേരിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ, ജാം ആവുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ടൈപ്പ് ഹെഡുകൾ പോയി ഒന്നടിച്ചിട്ട് അടുത്ത് അടിക്കുമ്പോഴത്തേക്ക് രണ്ടും കൂടെ പോയി ഞാൻ ജാം ആയിട്ട് അവിടെ ഇരിക്കും, അല്ലെങ്കിൽ പരസ്പരം തട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും കുറച്ച് ഉപയോഗിക്കുന്നതും, കൂടുതൽ ഉപയോഗിക്കുന്നതും കുറച്ച് ഉപയോഗിക്കുന്നതും, അങ്ങനെ ഒരു റിസർച്ച് നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ ക്യോർട്ടി എന്ന് പറയുന്ന സംഗതി വന്നത്. അപ്പോൾ അടുത്തടുത്ത് വരുന്നത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ ടൈപ്പ് ഹെഡുകൾ അറേഞ്ച് ചെയ്യേണ്ടായി. മനസ്സിലായില്ലേ? അപ്പോൾ ടൈപ്പ് ഹെഡുകൾ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഈ ക്യോർട്ടി എന്ന ആശയം മുന്നോട്ട് വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റഫർ ലാഥം ഷോൾസ് ആണ് എന്ത് കൊണ്ടുവന്ന മക്കളെ? ക്യോർട്ടി കീബോർഡ് കൊണ്ടുവന്നത്. ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞ വാക്കാണ് എന്താ? ക്യോർട്ടി ലേഔട്ടിലെ ആദ്യത്തെ ഏറ്റവും ടോപ്പ് ലൈൻ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ വാക്ക്. അതുപോലെ റെമിംഗ്ടൺ കമ്പനിയിലാണ് എന്ത് ആദ്യമായിട്ട് ഈ പറഞ്ഞ റെമിംഗ്ടൺ കമ്പനിയാണ് ആദ്യമായിട്ട് ക്യോർട്ടി ലേഔട്ട് പുറത്തിറക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പഠിച്ച പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് മക്കളെ വന്നേ? കീസിലല്ലേ, പ്രധാനപ്പെട്ട കീസിൽ നിന്നാണ് വന്നത്. അപ്പോൾ കീസ് ഓഫ് എ ടൈപ്പ് റൈറ്റർ. അപ്പോൾ കീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൽഫ ന്യൂമറിക് കീസ്. പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ആദ്യം എന്താണ്? ആൽഫ ന്യൂമറിക് കീസ് ആണ്. ടൈപ്പ് റൈറ്റർ എന്ന വാക്ക് ഇവിടെ എഴുതാൻ പറ്റുന്ന നോക്കാം. എന്താണ്? TY കണ്ടോ? P ടൈപ്പ്, E ടൈപ്പ് അല്ലെ, WRITER ടൈപ്പ് റൈറ്റർ. കിട്ടിയില്ലേ? ഒറ്റ റോയിലെ വന്നോളൂ. യെസ്. അപ്പോൾ നമുക്ക് ആൽഫ ന്യൂമറിക് കീസ് നോക്കാം. ഇതിനകത്ത് കാണുന്ന ഈ പറഞ്ഞ ആൽഫബെറ്റ്സ് അല്ലേ, നോക്കാം. ആൽഫ ന്യൂമറിക് കീസ് ഇൻക്ലൂഡ് ദ ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബെറ്റ്സ് A to Z. A മുതൽ Z വരെയുള്ള ആൽഫബെറ്റ്സും അതുപോലെ അത് ടെക്സ്റ്റ് ഇൻപുട്ടിനും അതുപോലെ ന്യൂമറൽസ് 0 മുതൽ 9 വരെയുള്ള ന്യൂമറൽസും കൂടെ ഉൾപ്പെടെയാണ് എന്തെന്ന് വിളിക്കുക? ആൽഫ ന്യൂമറിക് കീസ് എന്ന് വിളിക്കുക അല്ലേ, ആൽഫ ന്യൂമറിക് കീസ് എന്ന് വിളിക്കുക. ഓക്കെ, അതുപോലെ നമുക്ക് ഷിഫ്റ്റ് കീയുടെ പ്രയോജനം കൂടെ നമ്മൾ പഠിച്ചു പോകാം. ഷിഫ്റ്റ് കീ എന്ന് പറയുന്ന ഒരു മോഡിഫിക്കേഷൻ കീ ആണ്, ഒരു മോഡിഫയർ കീ ആണ്. അതായത് ഇവിടെയാണ് സാധാരണ ഷിഫ്റ്റ് കാണപ്പെടുക, ഇവിടെയും ഒരു ഷിഫ്റ്റ് കാണപ്പെടാറുണ്ട്. ഈ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഈ ന്യൂമറിക്കൽ കീസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂമറിക്കൽ ഉണ്ട്, 1ന്റെ മുകളിൽ ഒരു ആശ്ചര്യചിഹ്നമുണ്ട്, 2ന്റെ മുകളിൽ അറ്റുണ്ട്, 3ന്റെ മുകളിൽ ഹാഷ് ഉണ്ട്, 4ന്റെ മുകളിൽ ഡോളറിന്റെ ചിഹ്നമുണ്ട് അല്ലേ, 5ന്റെ മുകളിൽ പെർസെന്റേജ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിമ്പലുകൾ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ അമർത്തണം. ഇനി ഒരു ഓപ്പറേഷൻ കൂടെ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് വേഗത്തിൽ പോകുന്നത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ഓപ്പറേഷൻ പറഞ്ഞുതരാം. നമുക്ക് ASDF ഇങ്ങനെ എന്തുണ്ട്? കീസ് ഉണ്ടല്ലേ. ഇനി ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് നമ്മൾ നോർമൽ ടൈപ്പിംഗ് മോഡിൽ പ്രസ് ചെയ്യാൻ സംഭവിക്കും മക്കളെ. സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാ? ലോവർ കേസ് വെച്ചിട്ടാണ് അല്ലേ, ലോവർ കേസ് വെച്ചിട്ടാണ്. ABCD ഒക്കെ ടൈപ്പ് ചെയ്ത് നമ്മൾ ചുമ്മാ ടൈപ്പ് ചെയ്യുന്നത് എപ്പോഴും അപ്പർ കേസ് വെച്ചിട്ട് ക്യാപിറ്റൽ വെച്ചല്ല നമ്മളെല്ലാം ടൈപ്പ് ചെയ്യുന്നത്. ഹെഡിങ്ങിന് മാത്രമേ നമ്മൾ സാധാരണ ഫുള്ളായിട്ട് ക്യാപിറ്റൽ ഉപയോഗിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വാക്കുകളുടെ പേരുകളുടെ ആദ്യമോ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേരുകളുടെ ആദ്യമോ അല്ലെങ്കിൽ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കത്തുള്ളൂ? ഈ പറഞ്ഞ ക്യാപിറ്റൽ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ഉപയോഗിക്കാം. ഓക്കെയാണ് പറഞ്ഞേ.
ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഷിഫ്റ്റ് ഉപയോഗിക്കാം. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് ക്യാപിറ്റലായിട്ട് മാറും. ഓക്കെ. അതേസമയം നമ്മൾ ക്യാപ്സ് ലോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്സ് ലോക്ക് എൻഗേജ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെറുതെ നമ്മൾ ഷിഫ്റ്റ് ഒന്നും അടിക്കാതെ തന്നെ നമുക്ക് ABCD അടിക്കുമ്പോൾ ഉള്ള എന്തോ ക്യാപിറ്റൽ തന്നെ വരും. അപ്പോൾ ക്യാപ്സ് ലോക്ക് എൻ്റർ ചെയ്തിട്ട് ക്യാപ്സ് ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫുള്ള് ക്യാപിറ്റൽ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് സ്മാൾ ലെറ്റർ വേണമെങ്കിൽ ഷിഫ്റ്റ് അടിച്ചു കൊടുത്താൽ നേരെ തിരിച്ച് ഷിഫ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ് ആൽഫ ന്യൂമറിക് കീസ്. അപ്പോൾ ആൽഫബറ്റുകളും ന്യൂമറൽസും വരുന്ന കീസാണ്. ന്യൂമറൽസിന്റെ മുകളിൽ എന്തുണ്ട്? ചിഹ്നങ്ങളുണ്ട്. ഷിഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചിഹ്നങ്ങൾ അടിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇനി എപ്പോഴും PSC ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് കുറച്ചുകൂടെ ഹയർ എക്സാമിനേഷൻസിൽ എസ്കേപ്പ് കീ എന്ന് പറയുന്ന സാധനം. എസ്കേപ്പ് കീ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എപ്പോഴും ഏതൊരു സ്റ്റാൻഡേർഡ് കീബോർഡിന്റെയും ഈ ഭാഗത്തല്ല. ഞാൻ ഇങ്ങനെ ഇന്നലെ ടൈപ്പ് ചെയ്യുന്നേ, കീബോർഡ് എന്നെ ഇങ്ങനെ പ്രൈസ് ചെയ്തിരിക്കും അല്ലേ? ഞാൻ ഇങ്ങനെ ഇന്നലെ ടൈപ്പ് ചെയ്യുന്നേ. അപ്പോഴത്തേക്ക് ഏത് ഭാഗത്ത്? ലെഫ്റ്റ് ടോപ്പിൽ കാണപ്പെടുന്ന കീയാണ് എസ്കേപ്പ് കീ. കാരണം എന്നറിയാമോ? എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കൈ ഇങ്ങനെ അടിച്ചാൽ മതി. ലെഫ്റ്റ് ടോപ്പിൽ അതിന്റെ സ്ഥലം ചോദിക്കും, അത് എവിടെയായിരിക്കും ചോദിക്കും. അണ്ട കീബോർഡ് ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ഇതാ ഇങ്ങനെ അടിച്ചാൽ മതി. അപ്പോൾ എന്താ എസ്കേപ്പ്? നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യണം. എന്തൊക്കെയാ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു കമ്പ്യൂട്ടർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു ഇന്റർനെറ്റ് പേജ് എടുത്തു, അത് റീലോഡ് കൊടുത്തപ്പോഴേ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പം കറക്കമൊന്നുമില്ല, നെറ്റുള്ള സ്പീഡാണ്, പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അത് ലോഡ് ചെയ്യണ്ട, അതൊരു പ്രോസസ്സാണ്, അത് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എസ്കേപ്പ് കീ അടിച്ചാൽ സ്റ്റോപ്പ് ആവും. അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എസ്കേപ്പ് കീ. അത് ഇരിക്കുന്നത് എവിടെയെന്നാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് ടോപ്പിലാണ് അല്ലേ? നോക്കാം. കീ ദാറ്റ് പ്ലേസ്ഡ് ഓൺ ദ ലെഫ്റ്റ് ടോപ്പ് കോർണർ ഓഫ് ദ കീബോർഡ് ആണ് എസ്കേപ്പ് കീ ആൻഡ് പ്രൊവൈഡ് എ വേ ഫോർ യൂസേഴ്സ് ടു ഇന്ററപ്റ്റ് ഓർ എസ്കേപ്പ് ഫ്രം എ കറണ്ട് ഓപ്പറേഷൻ. അല്ലേ? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ഓപ്പറേഷനെ ഇന്ററപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് എസ്കേപ്പ് ചെയ്യാനോ ഉപയോഗിക്കുന്ന കീ ആണ് എസ്കേപ്പ് കീ. രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടോപ്പിൽ ഒറ്റ അടി, രക്ഷിക്കണേ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോൾ എസ്കേപ്പ് ഓക്കെ അല്ലേ? ഇനി ഫംഗ്ഷൻ കീസ് നോക്കാം. ഫംഗ്ഷൻ കീസ് എന്ന് പറയുമ്പോഴത്തേക്ക് മക്കളെ F1 മുതൽ F12 വരെ കാണപ്പെടുന്ന കീസാണ് ഫംഗ്ഷൻ കീസ്. അത് എസ്കേപ്പ് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. 1 2 3 4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഈ ഫംഗ്ഷൻ കീസ് സാധാരണ ഉപയോഗിക്കുന്നത് അതിന് ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡിഫോൾട്ട് ഓപ്പറേഷൻസ് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുക? ഫംഗ്ഷൻ കീസ് ഉപയോഗിക്കുക. ഇൻ കേസ് നമുക്ക് ആ ഡിഫോൾട്ട് ഓപ്പറേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓപ്പറേഷൻ നമുക്ക് അതിന് അസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും. ഉദാഹരണം നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ VLC പ്ലെയർ എന്ന് പറയുന്ന പ്ലെയർ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സിനിമ കാണുന്നത്. അപ്പോൾ VLC പ്ലെയറിൽ സിനിമ ഓപ്പൺ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശബ്ദം കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷൻ അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ F1 എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് അസൈൻ ചെയ്ത് കൊടുത്താൽ F1 വെച്ചിട്ട് F1 പ്രസ് ചെയ്ത് ശബ്ദം കൂടും. F2 ശബ്ദം കുറയ്ക്കണം. F3 നമുക്ക് ക്ലാരിറ്റി കൂട്ടണം, അല്ലെങ്കിൽ ലൈറ്റ് കൂട്ടണം. അങ്ങനെയുള്ള ഓരോ ഫംഗ്ഷൻസ് നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ F വെച്ചിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ, നോക്കാം. ഇവിടുത്തെ ചോദ്യം ഇതാണ്, ഹൗ മെനി ഫംഗ്ഷൻ കീസ് ആർ ദെയർ ഇൻ എ കമ്പ്യൂട്ടർ എന്ന് ചോദിക്കാം. ദെയർ ആർ 12 അല്ലേ? എന്താണ്? ദെയർ ആർ 12 ഫംഗ്ഷൻ കീസ്. F1 to F12 അങ്ങനെ 12 ഫംഗ്ഷൻ കീസ് ആണുള്ളത്. These are the keys assigned for built-in functions. സാധാരണ built-in functionsനാണ് ഇത് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇൻ കേസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് മാറ്റാനും പറ്റും. നോക്കാം. ഏതൊക്കെ വരുന്നത്? F1 to F12 അല്ലേ? മൊത്തം എത്ര? 12 ഫംഗ്ഷൻ കീസ്. ഇതാണ് ചോദ്യം കേട്ടോ. 12 ഫംഗ്ഷൻ കീസ് ഉണ്ട്. ഇനി ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയെന്നാണ്. ഒരു ചെറിയ കോഡിലൂടെ നമുക്കത് പഠിക്കാം. നിങ്ങൾ ഇത്രയും കണ്ട് വെറുതെ കണ്ണ് തള്ളണ്ട. F1 പ്രധാനപ്പെട്ടത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. F1 ഓപ്പൺസ് ഹെൽപ്പ് ഇൻ ആൻ ആപ്ലിക്കേഷൻ. അല്ലേ? ഹെൽപ്പ് ഇത്രയേ ഉള്ളൂ. നമ്മൾ വേർഡ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സഹായം വേണം, എന്തെങ്കിലും അറിഞ്ഞുകൂടാ, നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേർഡിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഓപ്പൺ ആകും. അപ്പോൾ അതിൽ ഓരോ ടൂളിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഓരോരോ ഭാഗങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും, ഒരു ആർട്ടിക്കിൾ പോലെ. അതിനിപ്പോൾ വേർഡല്ല, വേറെ ഏത് ആപ്ലിക്കേഷൻ എടുത്താലും അതിലെല്ലാം ഹെൽപ്പ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ഓപ്പൺ ചെയ്യാനാണ് സാധാരണയായിട്ട് നമ്മൾ F1 ഉപയോഗിക്കുക. നിങ്ങൾ കേട്ടിരുന്നാൽ മതിയേ, ഞാൻ കോഡ് പറയുമ്പോൾ നിങ്ങൾ അറിയാതെ പഠിക്കും. ഇനി F2 കോമൺലി യൂസ് ടു റീനെയിം എ സെലക്ടഡ് ഫയൽ ഓർ ഐറ്റം. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ശ്യാം എന്ന് പറയുന്ന ഡോക്യുമെന്റ്, ഒരു വേർഡ് ഡോക്യുമെന്റ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ പേര് മാറ്റണം, നമുക്ക് ശ്യാം എന്ന് മാറ്റി ശ്യാം 1 2 ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേറൊന്നും ചെയ്യണ്ട, നമ്മൾ ഡെസ്ക്ടോപ്പ് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മൗസ് വെച്ച് സെലക്ട് ചെയ്തതിനു ശേഷം F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം വരും. അതായത് അതിന്റെ പേര് മാറ്റാനുള്ള
തരത്തിൽ റീനെയിം വരും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് അടിച്ചു കൊടുക്കാൻ പറ്റും, വളരെ സിമ്പിളായിട്ട്. അല്ലാതെ റീനെയിം ചെയ്യണമെന്ന് നമുക്ക് മൗസ് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ഓപ്ഷൻ എടുക്കണം, അത്രയും വേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടാണ് F2. ഇനി F3 ടിപ്പിക്കലി ഓപ്പൺസ് എ സെർച്ച് ഫീച്ചർ ഇൻ ആപ്ലിക്കേഷൻ. നമ്മളൊരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിൽ സെർച്ച് ഫീച്ചർ എടുക്കാൻ പറ്റും. അതായത് ഒരു വേർഡ് എടുത്ത് നമ്മൾ വെച്ചേക്കാണ്, ആ വേർഡിൽ നമുക്കൊരു വേർഡ് ഡോക്യുമെന്റ് എടുത്ത് വെച്ചാൽ ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റിൽ നമുക്ക് ഏതെങ്കിലും വാക്ക് സെർച്ച് ചെയ്യണം, ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ വാക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് Ctrl+F പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ സംഗതി ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന് പകരം F3 എടുത്താൽ നമുക്ക് സെർച്ച് ഓപ്ഷൻ കിട്ടും കേട്ടോ. ഓക്കെ, അതുപോലെ F4 യൂസ്ഡ് വിത്ത് ആൾട്ട് ടു ക്ലോസ് ദാൻ ആപ്ലിക്കേഷൻ വിൻഡോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആൾട്ടും അതുപോലെ F4 കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്താൽ നമ്മളിപ്പോൾ പ്രസന്റിൽ ഇരിക്കുന്ന ഈ ഒരു വിൻഡോ ക്ലോസ് ആയി പോകും. ഇതൊരു പവർ പോയിന്റ് വിൻഡോ ആണല്ലേ, ആ പവർ പോയിന്റ് വിൻഡോ ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ ആൾട്ടും F4 കൂടെ ഒരുമിച്ച് അമർത്തിയാൽ ക്ലോസ് ആയി പോകും. ഓക്കെ, അതുപോലെ F5 ജനറലി റിഫ്രഷസ് ഓർ റീലോഡ് ദ പേജ് ഓർ ഡോക്യുമെന്റ്. ഒരു പേജ്, നമ്മളൊരു നെറ്റിന്റെ ഒരു പേജ്, വെബിലൊരു പേജ് എടുത്ത് വെച്ചിരിക്കുന്നു, നമുക്കത് ഒന്നും കൂടെ റീലോഡ് ചെയ്യണം അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് പ്രസ് ചെയ്യും അല്ലേ, അതിന്റെ ആവശ്യമില്ല. F5 അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് റീലോഡായി വരും. അതുപോലെ F10 ആക്ടിവേറ്റ്സ് ദ മെനു ബാർ ഇൻ മെനി പ്രോഗ്രാംസ്. അതായത് നമ്മളിപ്പോൾ പല പ്രോഗ്രാം, ഉദാഹരണത്തിന് വേർഡ് എടുക്കാം, വേർഡ് ഫയൽ എടുത്തിട്ട് നിങ്ങൾ F10 അടിച്ചാൽ അതിൻ്റെ മുകളിലുള്ള മെനു ബാർ ഫുള്ള് ആക്ടിവേറ്റ് ആകും എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ചെയ്ത് നോക്കാതെ തന്നെ പഠിക്കാം. കോഡ് പിടിച്ചോ, അത്ര നല്ല കോഡൊന്നുമല്ല. അപ്പോൾ കോഡ് പഠിച്ചോണം. കോഡ് പിടിച്ചോ, ഒറ്റപ്പടി പിടിച്ചോ. F1 ഹെൽപ്പ് ഇൻ ആൻ ആപ്ലിക്കേഷൻ, F1 ഹെൽപ്പ്. F2 റീനെയിം. F3 സെർച്ച്. ഇത് ഈ വാക്ക് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നത്. F4 ക്ലോസ്. F5 റിഫ്രഷ് ഓർ റീലോഡ്. കണ്ടോ? ഓക്കെ, അപ്പോൾ F10 ആക്ടിവേറ്റ്സ് മെനു ബാർ. ഇത്രയും കാര്യം F1 to F5 പഠിച്ചാൽ ബാക്കി പഠിക്കാൻ പറ്റും. അപ്പോൾ കഥ ഇതാണ്. ശകുന്തളയ്ക്ക് മക്കളില്ല. ശകുന്തളയ്ക്ക് മക്കളില്ലാത്തതുകൊണ്ട് നേർച്ചകളൊക്കെ നേർന്ന് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ശകുന്തളയ്ക്കിലും മകൻ ജനിച്ചു. ശകുന്തള ഐശ്വര്യമായിട്ട് മകന് സോമൻ എന്ന് പേരിട്ടു. സോമൻ എന്ന് പേരിട്ടു. സോമൻ വളർന്നു വലുതായി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ കളിയാക്കുന്നുണ്ട്, സോമൻ എന്നുള്ള പേരുകൊണ്ട് കളിയാക്കാൻ തുടങ്ങി കൂട്ടുകാരെ. അപ്പോൾ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ അവൻ സഹായത്തിന് വേണ്ടി കേണു. സോമൻ സഹായത്തിന് വേണ്ടി കേണു. F1 ഹെൽപ്പ്. എന്തിനു വേണ്ടി അവൻ സഹായം അന്വേഷിച്ചേ? അവന്റെ പേര് മാറ്റണം, സോമൻ എന്ന് പറഞ്ഞ പേര് മാറ്റണം. F2 റീനെയിം. സോമൻ എന്ന് പറഞ്ഞ പേര് മാറ്റണം, F2 റീനെയിം. അപ്പൊ നോക്ക്, ആ പേര് മാറ്റിയിട്ട് അവൻ എന്ത് ചെയ്യണം? ആ പേര് മാറ്റണം. എന്ത് ചെയ്യണം? അവൻ സെർച്ച് ചെയ്യണം അല്ലേ, പുതിയ പേര് അന്വേഷിക്കണം. F3 സെർച്ച്. ഒന്നുകൂടെ നോക്കാം. F1 സോമൻ സഹായത്തിന് വേണ്ടി അന്വേഷിച്ചു. അപ്പോ അല്ലേ, എന്തിനു വേണ്ടിയിട്ട്, എന്തിനാണ് സഹായം? റീനെയിം. F2 റീനെയിം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്തു? പേര് മാറ്റാൻ വേണ്ടി അവൻ പേര് അന്വേഷിച്ചു അല്ലേ, സെർച്ച് ചെയ്തു. F3. F4 അന്വേഷിച്ചു നടന്നു, പേരൊന്നും കിട്ടിയില്ല, അളിയൻ ക്ലോസ് ആയി പോയി. F4 ക്ലോസ് ആയി പോയി അവൻ. അപ്പോഴത്തേക്ക് ശകുന്തള എന്ത് ചെയ്യും? ശകുന്തള ഒന്നും നോക്കിയില്ല, F5 ഒന്ന് റിഫ്രഷ് ആയിട്ട് റീലോഡ് ചെയ്തു പുതിയ കൊച്ചിന്. ഓക്കെ, അപ്പൊ F5 എന്താണ്? റിഫ്രഷ് ആൻഡ് റീലോഡ് അല്ലേ, റിഫ്രഷ് ഓർ റീലോഡ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? അങ്ങനെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് പറഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ പറഞ്ഞു F10 അങ്ങനെ അവസാനം ശകുന്തള എവിടെ ബാറിൽ പോയി എന്നൊക്കെ പറഞ്ഞു അല്ലേ. F10 മെനു ബാർ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇനി ഒരു കാര്യം പഠിക്കാം. അപ്പൊ ഇത് പഠിച്ചില്ല, ഇത്രയും കാര്യം പഠിച്ചില്ലേ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ നിങ്ങൾ റിയവെന്റ് ചെയ്ത് കേട്ടാൽ മതി കേട്ടോ, സമയമില്ല. ഓക്കെ, അപ്പോൾ ഇനി F12 കൂടെ പഠിച്ചു പോകാം മക്കളെ. F12ൻ്റെ അതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, വേണമെങ്കിൽ ചോദിക്കാം. F12 എന്ന് പറഞ്ഞാൽ എന്താണ്? സേവ് ആസ് കേട്ടോ, സേവ് ആസ് ഫംഗ്ഷനാണ്. നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഫയൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിങ്ങനെ എന്താണ്, നമുക്ക് ഒരു കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ F12 അടിച്ച് സേവ് ആസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? F12 അടിച്ചാൽ സേവ് ആസ് ഓപ്ഷൻ ഓണായി വരും. നമുക്ക് ഏതെങ്കിലും ലൊക്കേഷനിൽ കൊണ്ടുപോയി ഒരു കോപ്പി കൂടെ എടുക്കാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് സേവ് ആസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേടാ? ഓക്കെ, അപ്പോൾ അടുത്ത കാര്യം നോക്കാം. നമുക്ക് നാവിഗേഷൻ കീസ് നോക്കാം. നാവിഗേഷൻ കീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം. ഇത് ചോദിക്കാറുണ്ട്. താഴെ തന്നിരിക്കുന്ന നാവിഗേഷൻ കീ ആയത് അല്ലാത്തതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നാവിഗേറ്റ് ചെയ്യുക അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിഞ്ഞ് പോകാൻ പറ്റുക. ഇതാണ് സംഭവം നാവിഗേഷൻ കീസ് ദാറ്റ് ആർ യൂസ്ഡ് ടു മൂവ് എ കർസർ അല്ലേ. നമുക്ക് ഒരു കർസറിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോയിന്റർ അല്ല മക്കളെ, കർസർ. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഡ് ഡോക്യുമെന്റിൽ കർസർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സാധനമാണെന്ന് മക്കളെ നാവിഗേഷൻ കീസ് അല്ലേ. നാവിഗേഷൻ അതായത് കർസറിനെ മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുകളിലുള്ള പറഞ്ഞ നാവിഗേഷൻ കീ അമർത്തിയാൽ മതി, താഴോട്ട് കൊണ്ടുപോകണമെങ്കിൽ താഴെ ഉള്ളത് അമർത്തിയാൽ മതി, റൈറ്റിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് അമർത്തിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതാണ് നാവിഗേഷൻ കീസ്. ഇതിൽ ഏതൊക്കെ വരുന്നുണ്ട്?
ഏതൊക്കെ വരുന്നുണ്ട്? ആരോ കീസ് വരുന്നുണ്ട്, ഇതാണ് ആരോ കീസ്. അതുപോലെ ഹോം കീ വരുന്നുണ്ട്, എൻഡ് കീ വരുന്നുണ്ട്, പേജ് അപ്പ് വരുന്നുണ്ട്, പേജ് ഡൗൺ വരുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്നതിനാണ് കർസറിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാ. ആരോ കീസ്, ഹോം, എൻഡ് ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളൊരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതൊരു വേർഡ് ഫയലാണെന്ന് വെച്ചോളൂ, ഇതൊരു വേർഡ് ഫയലാണെന്ന് നിങ്ങൾ വെച്ചോളൂ. അപ്പോൾ നമ്മുടെ കർസർ ഇരിക്കുന്ന ഇവിടെയാണ്. നമ്മൾ കർസർ ഇവിടെ പ്ലേസ് ചെയ്തു. എൻഡ് കീ അടിച്ചാൽ കർസർ എവിടെ പോകുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻഡ് കീ അടിച്ചാൽ കർസർ നേരെ ഇവിടെ വന്ന് നിൽക്കും, ഈ വരിയുടെ അവസാനം വന്ന് നിൽക്കും. ഓക്കെ, അതേസമയം ഇവിടെ കർസർ ഇരിക്കുന്നു. നമ്മൾ സമയം ഹോം അടിച്ചാൽ എവിടെ വന്നാൽ കർസർ നേരെ ഇതാ ഇവിടെ വന്നിരിക്കും ഹോം അടിച്ചാൽ. ഓക്കെയാണോ പറഞ്ഞത്? എൻഡ് അടിച്ചാൽ വരിയുടെ എൻഡിൽ പോവും, ഹോം അടിച്ചാൽ ദേ ഏറ്റവും ആദ്യം വരും. അതുപോലെ നമ്മൾ ഇതൊരു ഫുൾ ഡോക്യുമെൻ്റ് ആണ്. ഡോക്യുമെൻറ്റിൽ നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചോളൂ. കർസർ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് കർസർ ഇരിക്കുന്നത് വെച്ചോ. ഇവിടെ കർസർ കൊണ്ട് വെച്ച് ഞാൻ എന്നിട്ട് കൺട്രോൾ പ്ലസ് എൻഡ് അടിച്ചു കഴിഞ്ഞാൽ കർസർ എവിടെ വരുമെന്ന് അറിയാമോ? ഇവിടെ അല്ല വരിക, ദേ ഇവിടെ ആ പറഞ്ഞ ഡോക്യുമെൻറ്റിൻ്റെ അവസാനം. അതിൽ എത്ര പേജ് ഉണ്ടെങ്കിലും ആ ഡോക്യുമെൻ്റ് അവസാനം വന്ന് നിൽക്കും. ഓക്കെ, ഇനി കൺട്രോൾ പ്ലസ് ഹോം അടിച്ചാൽ എവിടെ പോകായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. ദേ ഇവിടെ ഏറ്റവും ആദ്യം ഡോക്യുമെന്റ് എത്ര പേജ് ഉണ്ടെങ്കിലും ഏറ്റവും ആദ്യം പോയി നിൽക്കും. ഇതാണ് കർസറിന്റെ മൂവ്മെന്റ്. ഹോമും എൻഡും വെച്ചുള്ള കർസറിന്റെ മൂവ്മെന്റ് മനസ്സിലായി. ആരോ കീസ് പറഞ്ഞുതരാം. ആരോ കീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിൽക്കുന്നു കർസർ. ഒരു മോളിലോട്ട് ആരോ അടിച്ചു കഴിഞ്ഞാൽ ദേ കർസർ ഇവിടെ പോകും. താഴോട്ടൊരു ആരോ അടിച്ചാൽ കർസർ ദേ ഇവിടെ വരും. അതുപോലെ ഇങ്ങോട്ട് ലെഫ്റ്റോട്ട് ആരോ അടിച്ചാൽ കർസർ ദേ ഒരു ലെറ്റർ ഇപ്പുറത്തോട്ട് വരും. റൈറ്റിലോട്ട് ആരോ അടിച്ചാൽ ആരോ കീ അടിച്ചാൽ കർസർ ഒരു ലെറ്റർ ഇങ്ങോട്ട് വരും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആരോ കീന്റെ മൂവ്മെന്റ്. ഹോം കീ, എൻഡ് കീ, ആരോ കീന്റെ മൂവ്മെന്റ് പഠിച്ചു. ഇല്ലടാ, ഇനി പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ ഇറ്റ് സെൽഫ് ആ പേര് തന്നെയുണ്ട്. എന്താണ്? അടുത്ത പേജിലേക്ക്. ഒരു പേജ് അപ്പ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് പോകും? മുകളിലത്തെ പേജിലേക്ക് പോകും നമ്മുടെ കർസർ. താഴോട്ട് പേജ് ഡൗൺ പോകണമെങ്കിൽ താഴോട്ട് കർസർ പോകും. ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ആരോ കീസ് നാവിഗേറ്റ്സ് വിത്തിൻ ദ ടെക്സ്റ്റ് ഓർ ബിറ്റ്വീൻ ഐറ്റംസ്. ഹോം ഓർ എൻഡ് ജംപ് ടു ദ ബിഗിനിങ് ഓഫ് എൻഡ് ഓഫ് ലൈൻ. അത് പറഞ്ഞു തന്നു അല്ലേ? അതുപോലെ പേജ് അപ്പ് ഓർ പേജ് ഡൗൺ, സ്ക്രോൾ അപ്പ് ഓർ ഡൗൺ വിത്തിൻ എ ഡോക്യുമെന്റ് ഓർ വെബ് പേജ്. സിമ്പിൾ ആണ്. അപ്പോൾ നാവിഗേഷൻ കീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. ഹോം കീ, എൻഡ് കീ, അതുപോലെ ആരോ കീസ്, പിന്നെ പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ ആണ് എന്ത്? നാവിഗേഷൻ കീസ്. മറന്നുപോയല്ലേ മക്കളെ? മറന്നുപോയല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെയാണ്. ഇനി ഫോർമാറ്റിംഗ് കീസ് നോക്കാം. ഫോർമാറ്റിംഗ് കീസ് ഇനിയുള്ള അങ്ങോട്ടുള്ള ഒന്നും താഴെ തന്നിരിക്കുന്നതിൽ ഫോർമാറ്റിംഗ് കീ അല്ലാത്തതെന്ന് ചോദിക്കില്ല. നാവിഗേഷൻ മാത്രം അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. മനസ്സിലായി പറഞ്ഞത്? കാരണം ഈ ടാബൊക്കെ വേറെ പല സ്ഥലത്തും വരും. നമ്പർ ലോക്ക് വേറെ ലോക്ക് കീസിനാണെങ്കിൽ വരും. മനസ്സിലായില്ല? അതുകൊണ്ട് അതൊന്നും ഇങ്ങനെ ഇതിന്റെ ഫോർമാറ്റിംഗ് കീസിന്റെ താഴെ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അത് ഒറ്റ കാര്യം പഠിച്ചാൽ നാവിഗേഷൻ കീ മാത്രം പഠിച്ചു വെച്ചാൽ കേട്ടോ. നോക്കാം. ഫോർമാറ്റിംഗ് കീസ്. ദിസ് ഇൻക്ലൂഡ് സ്പേസ് ബാർ, ടാബ് കീ, റിട്ടേൺ ഓർ എൻ്റർ കീ. ഓൾ ദീസ് ഹെൽപ്പ് ഇൻ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്. നമ്മൾ വേർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കീസിനെയാണ് നമ്മൾ ഈ ഫോർമാറ്റിംഗ് കീസ് എന്ന് വിളിക്കുക. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ടാബ് കീ വരുന്നുണ്ട്, സ്പേസ് ബാർ വരുന്നുണ്ട്, എൻ്റർ കീ വരുന്നുണ്ട്. എൻ്റർ കീ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കാണുന്ന ഈ വലിയ ഒരു എൽ പോലെയൊക്കെ കീ ആണ്. ഇത് സ്പേസ് ബാർ. അതുപോലെ ടാബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കാണപ്പെടുന്ന നമ്മുടെ ഈ ഒരു കീ ആണ്. ഇതിന്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. ഇനി ലാർജസ്റ്റ് കീ ഓൺ ദ കീബോർഡും ചോദിക്കാറുണ്ട്. ചുമ്മാ ചോദിക്കും, എല്ലാവർക്കും അറിയാമെങ്കിലും ചോദിക്കും. എൻ്ററും അതുപോലെ സ്പേസ് ബാറും കൂടെ ആലോചിക്കുമ്പോൾ എൻ്റർ ആണോ എന്ന് സംശയം ചിലപ്പോൾ സാധാരണക്കാർക്ക് തോന്നാം. അല്ല മക്കളെ, സ്പേസ് ബാർ ആണ് ലാർജസ്റ്റ് കീ ഇൻ എ കീബോർഡ്. ഏതാണ്? സ്പേസ് ബാർ ആണ് അല്ലേ? ഉത്തരം എന്താണ്? സ്പേസ് ബാർ ആണ് അല്ലേ? സംശയമില്ല കാര്യത്തില്? ഒരു പ്രശ്നമല്ലല്ലോ. നോക്കാം. സ്പേസ് ബാർ ഇൻസേർട്ട് സ്പേസ് ഇൻ എ ടെക്സ്റ്റ്. എല്ലാവർക്കും അറിയാം. നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് സ്പേസ് ഇല്ലേ? ആ സ്പേസ് ഇടാൻ വേണ്ടി നമ്മൾ സ്പേസ് ബാർ ഉപയോഗിക്കുന്നത് അറിയാം. അതുപോലെ ഇനി മറ്റൊരു കീ പഠിക്കാം, പ്രധാനപ്പെട്ടത് ടാബ് കീ. ടാബ് കീ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം എനിക്ക് ഈ പറഞ്ഞ സാധനം ഇങ്ങോട്ട് നീക്കി വെക്കണം. മനസ്സിലായ? ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഈ ഫസ്റ്റ് ലൈൻ ഇവിടെ തുടങ്ങി പുതിയ പാരഗ്രാഫ് ആയിട്ട് ഇങ്ങോട്ട് നീക്കി വെക്കണം. നീക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് സ്പേസ് അടിക്കാം. സ്പേസ് അടിച്ചാൽ ഓരോരോ സ്പേസ് മാത്രമേ വരത്തുള്ളൂ. പക്ഷേ ഒരു നിശ്ചിത ടാബ് സ്റ്റോപ്പായിട്ട് നീക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടാബ് അടിക്കുക. അപ്പോൾ ഒരു ടാബ് അടിച്ചാൽ ഇത്ര വരും, 3 ടാബ് അടിച്ചാൽ ഇത്രയും വരും. ഉണ്ടോ? മനസ്സിലായോ? അപ്പോൾ അതാണ് ടാബ്. മൂവ്സ് കർസേഴ്സ് ടു ദ നെക്സ്റ്റ് ടാബ് സ്റ്റോപ്പ്. എയ്ഡ്സ് ഇൻ, അതുപോലെ രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എയ്ഡ്സ് ഇൻ നാവിഗേഷൻ ത്രൂ ഐറ്റംസ്. നാവിഗേഷൻ ത്രൂ ഐറ്റംസ്. എന്നാൽ ഇത് നാവിഗേഷൻ കീ ആണോ? അല്ല. ടാബ് ഈസ് നോട്ട് എ നാവിഗേഷൻ കീ. പക്ഷേ നമുക്ക് ഐറ്റങ്ങൾക്കിടയിലൂടെ നാവിഗേറ്റ് ചെയ്ത് പോകാനും സഹായിക്കുന്ന കീയാണ് ടാബ് കീ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കർസർ നിൽക്കുന്നത് എവിടെയാണ് മക്കളെ? എവിടെയാണ് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. എന്തായാലും ഈ ജിയിൽ എവിടെ എൻ്റെ കർസർ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ടാബ് പ്രസ് ചെയ്യാൻ പോവാണ്. ടാബ് ഐ ആം ഗോയിങ് ടു നാവിഗേറ്റ് ത്രൂ ഐറ്റംസ്. ടാബ് പ്രസ് ചെയ്തപ്പോൾ എവിടെ പോയി?
ദാ ഇവിടെ വന്നു കണ്ടോ, എഡിറ്റ് ബുക്ക് മാർക്ക് ഫോർ ദിസ് ടാബ് ഇവിടെ വന്നു. ഇനി ഞാൻ എൻ്റർ കൊടുക്കുക, അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ അവിടെ ആ ഒരു ഐറ്റത്തിലേക്ക് വന്നു നമ്മുടെ സെലക്ഷൻ. കണ്ടോ ഇവിടുത്തെ ആ കർസർ പോയില്ലേ, കർസർ പോയി. ഇനി നോക്കാം അടുത്ത അടിച്ചാൽ ഇവിടെ വരും, ദേ ഇവിടെ വന്നു. അടുത്ത ജിമെയിലിൽ വന്ന് കണ്ടോ സെലക്ഷൻ ജിമെയിലിൽ വന്ന് കണ്ടോ, മാറി അടുത്തടുത്തുള്ള സാധനങ്ങളിലേക്ക് വന്നു. ഇനി അടുത്തത് നെക്സ്റ്റ് അടിച്ചാൽ എവിടെ പോകും മക്കളെ, ഇമേജിലോട്ട് പോകും. കണ്ടോ ഇമേജിലോട്ട് പോയി കണ്ടോ. ഇങ്ങനെ ടാബ് അടിച്ചു കഴിഞ്ഞ് നമുക്ക് വേരിയസ് ആയിട്ടുള്ള ഐറ്റംസിനിടയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റും മക്കളെ. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് കേട്ടോ. മനസ്സിലായില്ലേടാ? അപ്പോൾ സ്പേസ് ബാർ എന്താണെന്ന് മനസ്സിലായി, ടാബിന്റെ യൂസ് മനസ്സിലായി. ഒന്നെന്താണ് ടാബിന്റെ യൂസ്, ഒന്നെന്താണ് പറ. അടുത്ത ടാബ് സ്റ്റോപ്പിലേക്ക് അല്ലേ നിങ്ങൾക്ക് വേർഡ് ചെയ്ത് കാണിക്കാം. വരട്ടെ വേർഡ് ഓഫീസ് 2007 വരുന്നുണ്ട്. ഓക്കെ വന്നില്ലേടാ. അപ്പോൾ ടാബിന്റെ ഉപയോഗം ആദ്യത്തെ ഉപയോഗം ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റൂല്ലേ, ഇതാ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്താണ് എഡ്യൂടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള പഠിച്ചു. അടുത്തത് എൻ്റർ അടിച്ചപ്പോഴത്തേക്കാണ് അടുത്ത വരിയിലേക്ക് പോയതല്ലേ. ഞാൻ ഇവിടെ അടിച്ചിട്ട് ബാക്ക് എൻഡ് ചെയ്ത് ഇവിടെ കേരളയുടെ അവിടെ കർസർ പോകുന്നുണ്ട്. കർസർ കണ്ടല്ലോ നിങ്ങൾ എന്താണെന്ന്, കർസർ കണ്ടില്ലേ എന്താണെന്ന്. അപ്പോൾ ബാക്ക് സ്പേസ് അടിച്ചാൽ എന്ത് സംഭവിക്കും, ഇതാ കണ്ടോ ബാക്കിലോട്ട് ഡിലീറ്റ് ആവുന്നുണ്ടോ. നേരത്തെ പഠിച്ച കാര്യം അതാണ്. കേരളയുടെ പോയി അല്ലേ. ഒന്നുകൂടെ വലുതാക്കി വേണമെങ്കിൽ വലുതാക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെയാണ് കർസർ വെച്ചേക്കുന്നത്. ഇവിടെ കർസർ ഇരിക്കുന്നത് ഇന്ന് മിന്നുന്ന കണ്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു, മിന്നുന്ന കർസറിന് മുന്നേ ഉള്ള ഒരു സാധനം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീ ആയിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് ബാക്ക് സ്പേസ് അടിച്ചാൽ മുന്നേ ഉള്ള പോയില്ലേ മക്കളെ, പോയി. ആ സമയം ഇനി ഫ്രണ്ടിലുള്ള 6 പോകണമെങ്കിൽ എന്താണ്, ഡിലീറ്റ് അടിച്ചാൽ പോയില്ലേ മക്കളെ, പോയി. കണ്ടോ 6 പോയ കണ്ടില്ലേ, യെസ്. അതുപോലെ അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. സഹകാരി റേസ് പ്ലസ് എഡ്യൂടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള. അപ്പോൾ ഇനി അടുത്ത വരിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്താണ്, നോർമലി നമ്മൾ ടൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത വരിയിലേക്ക് പോകും. പക്ഷേ നമുക്ക് അതിന് മുന്നേ അടുത്ത വരിയിലിട്ട് പോകണം. അങ്ങനെ എൻ്റർ കീ അല്ലെങ്കിൽ റിട്ടേൺ കീ അടിച്ചാൽ നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം. ഇനി നമുക്ക് ഇതിനൊന്ന് ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യണം. എങ്ങനെ, നമുക്ക് ഒരു ടാബ് അടിച്ചാൽ കണ്ടോ ഈ കർസർ അടുത്ത ടാബ് സ്റ്റോപ്പിലേക്ക് വന്ന കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ മക്കളെ, കണ്ടു. നോക്ക് ഇവിടെ നിന്ന് ഐ ആം ശ്യാം ഹു ഈസ് ആൻ എഡ്യൂക്കേറ്റർ ഇൻ സഹകാരി കണ്ടോ, ഇത് നമ്മൾ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഒരു ടാബിലേക്ക് വന്നോ. ഇനി ഇവിടെ നമ്മൾ ഹോമിൽ പ്രസ് ചെയ്താൽ എങ്ങോട്ട് പോകും മക്കളെ, ഹോമിൽ പ്രസ് ചെയ്താൽ പോവും, ദേ ഇവിടെ വരും അല്ലേ, ഇവിടെ വന്ന് നിൽക്കും അല്ലേ. കണ്ടോ ആ വരിയുടെ അവസാനം ആദ്യം വന്നത് കണ്ടോ. ഇനി ഒരു ടാബ് കൂടെ അടിച്ചാൽ നമുക്ക് അടുത്ത ടാബ് സ്റ്റോപ്പിലേക്ക് അത് പോകും. 2 ടാബ് സ്റ്റോപ്പ് അടിച്ചാൽ അടുത്ത ടാബ് സ്റ്റോപ്പിലേക്ക് പോകും. അപ്പോൾ ടാബിൻ്റെ ഉപയോഗം മനസ്സിലായി, എല്ലാം മനസ്സിലായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ടാബ് മൂവ്സ് കർസർ ടു ദ നെക്സ്റ്റ് ടാബ് സ്റ്റോപ്പ് ആൻഡ് എയ്ഡ്സ് ഇൻ നാവിഗേഷൻ ത്രൂ ഐറ്റംസ്. നാവിഗേറ്റ് ചെയ്ത് അടുത്ത ഐറ്റത്തിലേക്ക് പോകും നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ ഈ നമ്പർ ലോക്ക് ആക്ടിവേറ്റ്സ് ഓർ ഡീആക്ടിവേറ്റ്സ് ന്യൂമറിക്കൽ കീപാഡ്. ഈ കാണുന്ന സാധനം ന്യൂമറിക്കൽ കീപാഡ്. പലപ്പോഴും നമ്മുടെ ചെറിയ ലാപ്ടോപ്പിലൊന്നും ഇപ്പോൾ ഇല്ല, വലിയ ഇതിൽ മാത്രമേ ഉള്ളൂ. സൈസ് കുറയ്ക്കാൻ വേണ്ടി ഇവർ ന്യൂമറിക്കൽ കീപാഡൊക്കെ ഒഴിവാക്കാറുണ്ട് ഇപ്പോൾ. ഓക്കെ, ന്യൂമറിക്കൽ കീപാഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 1, 2, 3 നമ്മുടെ കാൽക്കുലേറ്റർ ഉള്ളതുപോലെ നമ്പറിൽ എഴുതിയ കീപാഡാണ് ന്യൂമറിക്കൽ കീപാഡ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഗേജ് ചെയ്യാനും പറ്റും, അതുപോലെ ഡിസെൻഗേജ് ചെയ്യാനും പറ്റും. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്പർ അടിക്കാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്പർ തെളിയാറില്ല. അപ്പോൾ നമ്മൾ നമ്പർ ലോക്കിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്പർ തെളിയും അല്ലേ. ചിലപ്പോൾ നമ്പർ ലോക്ക് നമ്മൾ അറിയാതെ ആക്ടിവേറ്റ് ആയി കിടക്കുന്നതായിരിക്കും. എന്തിനാണ് ഇത് ചെയ്യുന്നത് അറിയാമോ, എന്തിനാ നമ്മൾ നമ്പർ ലോക്ക് ഇടുന്നത്, നമ്പർ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ന്യൂമറിക്കൽ കീപാഡിനെയും എന്തായിട്ട് ഉപയോഗിക്കാം, ഈ കാണുന്ന ഡയറക്ഷൻ കീസ് ആയിട്ട് ഉപയോഗിക്കാം. കണ്ടോ ഈ ആരോ കീസ് ആയിട്ട് ഉപയോഗിക്കാം. കണ്ടോ ആരോ കീസ് എന്താ, ഡയറക്ഷൻ കീസ് മുകളിലോട്ടും താഴോട്ടും പോകുന്നല്ലേ. അപ്പോൾ നമ്മൾ 1, 2, 3 തൊട്ട് 9 തൊട്ട് 0 വരെ എഴുതുന്ന വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ന്യൂമറിക്കൽ കീപാഡ്. അപ്പോൾ ന്യൂമറിക്കൽ കീപാഡിന്റെ മുകളിൽ എന്തുണ്ട്, നമ്പർ ലോക്ക് ഉണ്ട്. നമ്പർ ലോക്ക് പ്രസ് ചെയ്താൽ പിന്നെ 1, 2 തെളിയൂല. പകരം നമുക്ക് എന്ത് ഈ പറഞ്ഞ സാധനമായിട്ട് അത് ഉപയോഗിക്കാം. ഇനി പിന്നെ നമുക്ക് എഴുതണമെങ്കിൽ എന്താണ്, പിന്നെ നമ്പർ ലോക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡിസെൻഗേജ് ചെയ്യണം. ഓക്കെ, നമ്പർ ലോക്ക് ആക്ടിവേറ്റ്സ് ഓർ ഡീആക്ടിവേറ്റ്സ് ന്യൂമറിക്കൽ കീപാഡ്. എന്തിനു വേണ്ടിയാണ് ന്യൂമറിക്കൽ കീപാഡ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് പറഞ്ഞു തന്നു. ഇനി പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാറില്ല മക്കളെ, സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഷോർട്ട് കട്ടാണ് ഇത് പ്രിന്റ് സ്ക്രീൻ. ആ പേര് തന്നെ ഉണ്ട്, ഒരു സംശയമില്ല. ക്യാപ്ചർ ദ സ്ക്രീൻ ഇമേജ് ടു ദ ക്ലിപ്പ് ബോർഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമേജിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. എന്താ ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യുന്ന ഏതൊരു ഐറ്റവും പോയി കിടക്കുന്ന ഒരു സ്ഥലമാണ് ക്ലിപ്പ് ബോർഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു വേർഡിൽ നിന്ന് വേർഡ് ഫയലിൽ നിന്ന് ഒരു വാക്ക് കോപ്പി ചെയ്തിട്ടുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ ഏതും ഭാഗത്തുനിന്ന് ഒരു ചിത്രം നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടാകാം. ഇതെല്ലാം സേവ് ആകുന്ന സ്ഥലമാണ് ക്ലിപ്പ് ബോർഡ്. ക്ലിപ്പ് ബോർഡിൻ്റെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒരു കാര്യം പഠിച്ചോ, മൊത്തം 24 ഐറ്റംസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്ലിപ്പ് ബോർഡിൽ ഒരു സമയം സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര, 24 ഐറ്റംസ് മാത്രമേ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 24 ഐറ്റം കഴിഞ്ഞാൽ എന്താണ്, ആദ്യം സേവ് ഐറ്റം റീപ്ലേസ് ആയിട്ടായിരിക്കും പിന്നെ പുതിയ ഐറ്റം സേവ് ആവുന്നത് കേട്ടോ.
24 എണ്ണം മാത്രമേ ക്ലിപ്പ് ബോർഡിൽ സേവ് ആകത്തുള്ളൂ. 24 വേർഡ് നമ്മൾ കോപ്പി ചെയ്തു. കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് 24 വേർഡും ക്ലിപ്പ് ബോർഡിൽ പോയി കിടക്കും. നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം, സെലക്ട് ചെയ്ത് വേറെ സ്ഥലത്ത് കോപ്പി ചെയ്യാം. 25ാമത്തെ ഒരു പടം നമ്മൾ കോപ്പി ചെയ്തു. അപ്പോൾ പടം വരും, ഏറ്റവും ആദ്യം കോപ്പി ചെയ്ത സാധനം റീപ്ലേസ് ആയി പോകും. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇതാണ് പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ക്യാപ്ചേഴ്സ് ദ സ്ക്രീൻ ഇമേജ് ടു ദ ക്ലിപ്പ് ബോർഡ്. ഓക്കെ, മറന്നുപോലെ. അതുപോലെ എൻ്റർ ഓർ റിട്ടേൺ കീ പഠിച്ചാണ് എക്സിക്യൂട്ട്സ് കമാൻഡ്സ് ഓർ സ്റ്റാർട്ട്സ് എ ന്യൂ ലൈൻ ഇൻ എ ടെക്സ്റ്റ്. നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ നേരത്തെ എൻ്റർ അടിച്ചപ്പോൾ അടുത്ത വേൾഡ് വന്നു കണ്ടില്ലേ? അതാണ് പറഞ്ഞത്. എന്താണ് സ്റ്റാർട്ട് എ ന്യൂ ലൈൻ ഇൻ ടെക്സ്റ്റ്? എന്താ ഉപയോഗിക്കുന്നത്? എൻ്റർ കീ അല്ലേ. അതുപോലെ നമ്മൾ ഈ കമാൻഡ് പ്രോംപ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും കമാൻഡ് റൺ ചെയ്യണം. നമ്മൾ കമാൻഡ് അടിച്ചതിന് ശേഷം കമാൻഡ് ചുമ്മാ അടിച്ചു വെച്ചാൽ പോരാ, എൻ്റർ അടിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് ആ കമാൻഡ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഫോർമാറ്റിംഗ് കീസിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത് മക്കളെ? ഒന്നുകൂടെ നോക്കാം. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? ടാബ് കീ വരുന്നുണ്ട്, സ്പേസ് ബാർ, റിട്ടേൺ ഓർ എൻ്റർ കീ വരുന്നുണ്ട്. ലാർജസ്റ്റ് കീ എന്ന് പറയുമ്പോൾ എന്താണ്? സ്പേസ് ബാർ ആണ്, സ്പേസ് ബാർ ആണ്, സ്പേസ് ബാർ ആണ്, മറക്കരുത് കേട്ടോ. അതുപോലെ സ്പേസ് ബാർ സ്പേസ് ഇൻസർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ടാബ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ടു നാവിഗേറ്റ് ത്രൂ ഐറ്റംസ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ നാവിഗേഷൻ കീ അല്ലേ. നാവിഗേഷൻ കീ അല്ല ടാബ്. പക്ഷേ എന്താണ്, നമുക്ക് ഒരു വെബ് പേജിലൊക്കെ അടുത്തടുത്ത ഐറ്റത്തിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ ടാബ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ടാബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഫോർമാറ്റിംഗിൽ എന്താ ചെയ്യുന്നത്? ഒരു അടുത്ത ടാബ് സ്റ്റോപ്പിലേക്ക് നമ്മുടെ കർസറിനെ കൊണ്ടുപോകാൻ സഹായിക്കുന്നു ടാബ്. അതുപോലെ നമ്പർ ലോക്ക് എന്ത് ചെയ്യുന്നു? ന്യൂമറിക്കൽ കീബോർഡിനെ ആക്ടിവേറ്റ് ചെയ്യാനോ ഡീആക്ടിവേറ്റ് ചെയ്യാനോ സഹായിക്കുന്നു. അതുപോലെ പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്? ക്യാപ്ചേഴ്സ് ദ സ്ക്രീൻ ഇമേജ് ടു ദ ക്ലിപ്പ് ബോർഡ് അല്ലേ. ക്ലിപ്പ് ബോർഡിലേക്ക് എന്താ സ്ക്രീൻ ഇമേജിനെ ക്യാപ്ചർ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ റെൻഡർ ഓർ റിട്ടേൺ കീ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിക്യൂട്ട്സ് കമാൻഡ് ഓർ സ്റ്റാർട്ട്സ് എ ന്യൂ ലൈൻ ഇൻ എ ടെക്സ്റ്റ്. അടുത്ത കീയാണ് മക്കളെ വന്നു മോഡിഫയർ കീസ്. മോഡിഫയർ കീസ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കാം. പ്രധാനമായിട്ടും നേരത്തെ പഠിച്ചു ഷിഫ്റ്റിൻ്റെ ഉപയോഗം പഠിച്ചല്ലേ. എന്താണ്? ക്യാപിറ്റൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ന്യൂമറിക്കൽ കീപാഡിലുള്ള സിമ്പിൾസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷിഫ്റ്റ് ഉപയോഗിക്കുന്നത് പഠിച്ചല്ലേ. ഓക്കെ, ദീസ് ആർ ദ കീസ് ദാറ്റ് മോഡിഫൈ ദ എഫക്ട്സ് ഓഫ് ദ അതർ കീസ്. ഇതാണ് മോഡിഫയർ കീസ്. ഇതാണ് ഈ കീസ് എന്താ? മറ്റുള്ള കീസിന്റെ എഫക്റ്റുകൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആര്? മോഡിഫയർ കീസ്. ശ്രദ്ധിക്കൂ കേട്ടോ, മോഡിഫയർ കീസ്. ഇനി നോക്കാം. വിൻഡോസ് കീ, ഷിഫ്റ്റ് കീ, കൺട്രോൾ കീ, ആൾട്ട് കീ, ഫംഗ്ഷൻ കീ, ഇത്രയാണ് പ്രധാനമായിട്ടും വിൻഡോസിലുള്ള എന്താ മോഡിഫയർ കീസ്. എന്തൊക്കെയാണ്? ഷിഫ്റ്റ് കീ, വിൻഡോസ് കീ, കൺട്രോൾ കീ, ആൾട്ട് കീ, ഫംഗ്ഷൻ കീ. അപ്പോൾ ഇതൊരു ശരിക്കും മാക് ഓയസാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു F1 കീ ഉണ്ട് ഉണ്ടോ, ഫംഗ്ഷൻ കീ മാക്കിലും ഉണ്ട്, നമ്മുടെ ഇതിലും ഉണ്ട്, നമ്മുടെ വിൻഡോസിലും ഉണ്ട്. വിൻഡോസിൽ പിന്നെ എന്തുണ്ട്? ഷിഫ്റ്റ് ഉണ്ട്, കൺട്രോൾ ഉണ്ട്, ആൾട്ട് ഉണ്ട്, വിൻഡോസ് ഉണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷിഫ്റ്റ് കീ, കൺട്രോൾ കീ, ആൾട്ട് കീ, അതുപോലെ ഫംഗ്ഷൻ കീ, ഇത്രയും കാര്യങ്ങൾ അല്ലേ. ഇത്രയാണ് ഷിഫ്റ്റ് കീ, കൺട്രോൾ കീ, ആൾട്ട് കീ, ഫംഗ്ഷൻ കീ. ഓക്കെ, വിൻഡോസ് കീ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്? മാക് OS ആണ്. അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ. ഇപ്പോൾ നിങ്ങൾ കൂടുതലും കണ്ടിട്ട് നമ്മുടെ നോർമൽ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് ആയിരിക്കും. പക്ഷേ അത് മാക് എടുത്ത് വെച്ചത് ഇതും കൂടെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കാം. അപ്പോൾ ഷിഫ്റ്റ് കീയുടെ ഉപയോഗം പഠിച്ചു. കൺട്രോളിൻ്റെ ഉപയോഗം നമ്മൾ 1 2 ഒക്കെ പഠിച്ചല്ലേ. കാരണം ഹോം അടിക്കുമ്പോഴത്തേക്കും കൺട്രോൾ അടിച്ചാൽ ഡോക്യുമെന്റ് ആദ്യം പോകുമെന്ന് പറഞ്ഞു അല്ലേ. കൺട്രോളിന് വേറെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതുപോലെ ആൾട്ട് F4 അടിക്കുന്ന സമയത്ത് നമ്മൾ ആൾട്ടും കൂടെ അടിച്ചാൽ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ്? F4ന്റെ ഫംഗ്ഷനെ ഒന്ന് ആൾട്ട് ചെയ്തില്ലടാ, മോഡിഫൈ ചെയ്തില്ലേ. അതുപോലെ ഫംഗ്ഷൻ കീ മുകളിൽ പറയുന്ന F1 തൊട്ട് F12 വരെയുള്ള ഫംഗ്ഷൻ കീസ് അല്ല ഉദ്ദേശിക്കുന്നത്. F1 എന്ന് പറയുന്ന ഒരു സിംഗിൾ കീ കിടപ്പുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തല്ല മറ്റേ ഫംഗ്ഷൻ കീയിൽ പറയുന്നത്, വേറെ ഫംഗ്ഷനാണ്. ഓക്കെ, അതവിടെ നിൽക്കാം. ഈ F1 നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള നമ്മുടെ F1 തൊട്ട് F12 വരെയുള്ള കീസിനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് രണ്ടാമതൊരു ഫംഗ്ഷൻ കൂടെ അതിനകത്ത് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. സാധാരണ ലാപ്ടോപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കളറിൽ മുകളിലുള്ള F1 തൊട്ട് F12 വരെയുള്ള കീസിൽ വേറെ ഫംഗ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, എന്തായാലും ഇതും എന്താണ്? മറ്റുള്ള കീസിന്റെ ഫംഗ്ഷനെ എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീസാണ് എന്ത് മക്കളെ? വിൻഡോസ് കീ, ഷിഫ്റ്റ് കീ, കൺട്രോൾ കീ, ആൾട്ട് കീ ആൻഡ് ഫംഗ്ഷൻ കീ അല്ലേ. അതുകൊണ്ട് നമ്മൾ മോഡിഫയർ കീസ് ഇൻ വിൻഡോസ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് മാക് കൂടെ പഠിക്കാം. മാക്കിൽ എന്താണ്? കമാൻഡ് കീ യൂസ്ഡ് ഇൻ മാക് OS ഫോർ ഷോർട്ട് കട്ട്സ്. കണ്ടോ കമാൻഡ്. ഇതിന് സമാനമായിട്ട് നമ്മുടെ വിൻഡോസിൽ ഏതായിരിക്കുന്ന മക്കളെ? വിൻഡോ കീ ആയിരിക്കുന്നല്ലേ. കണ്ടോ, വിൻഡോ കീ ആണ് ഈ കമാൻഡ് കീക്ക് സമാനമായിട്ട് വിൻഡോസിൽ ഇരിക്കുന്നത്. ഇത് മാക് OS ആണ്. അപ്പോൾ എന്താണ്? മാക് OSലാണ് കമാൻഡ് കീ ഉള്ളത്. അതുപോലെ ഓപ്ഷൻ കീ നോക്കാം. ഓപ്ഷൻ കീ എന്ന് പറയുമ്പോൾ ആൾട്ട് കീ അല്ലേ. എന്താണ്? മാക് OSന്റെ ആൾട്ട് കീ നമ്മൾ ഓപ്ഷൻ കീ ആണ്. ഇവിടെ ആൾട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ALT ഇതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു വിൻഡോസ് പോലെ ചിഹ്നവും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ചിഹ്നം പോലെ കൊടുത്തിട്ടുണ്ട്. ആൾട്ട് കീ വരെ ഓപ്ഷൻ കീ ഉണ്ട്. കൺട്രോളും ഫംഗ്ഷനും നമുക്ക് രണ്ടിലും കോമൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. ഈ രണ്ട് കാര്യങ്ങൾ എന്തിലാ ഉള്ളത്? ഏതൊക്കെ? കമാൻഡ് കീയും ഓപ്ഷൻ കീ ഏതിലാ ഉള്ളത്? മാക് OSലാണ് കാണപ്പെടുന്നത് അല്ലേ. കമാൻഡ് കീയും ഓപ്ഷൻ കീ എവിടെയാണ് കാണപ്പെടുന്നത്?
മാക് OS ലാണ് കാണപ്പെടുന്നത്. അപ്പോൾ കമാൻഡ് കീ വിൻഡോസ് കീക്ക് തത്തുല്യമായിട്ട് മാക് OS ൽ കാണപ്പെടുന്ന കീ ഏതാണ് മക്കളെ? ഓപ്ഷൻ കമാൻഡ് കീ ആണ്. ക്ഷമിക്കണം, കമാൻഡ് കീ ആണ്. അതുപോലെ നമ്മുടെ വിൻഡോസിൽ ഉള്ള ആൾട്ട് കീക്ക് സമാനമായിട്ട് കാണപ്പെടുന്ന മാക്കിലെ കീ ആണ് മക്കളെ? ഓപ്ഷൻ കീ ആണ് കേട്ടോ, ഓപ്ഷൻ കീ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഈ കീസിനെ നമ്മൾ എന്ന് വിളിക്കുക? മോഡിഫയർ കീസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ പർപ്പസ് കീസ് നോക്കാം. സ്പെഷ്യൽ പർപ്പസ് കീസ്, ദീസ് കീസ് സച്ച് ആസ് ഡിലീറ്റ്, ബാക്ക് സ്പേസ് ആർ കോൾഡ് സ്പെഷ്യൽ പർപ്പസ് കീസ്. എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ച നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇവിടുന്നായിരുന്നു അല്ലേ? എന്താണ് ബാക്ക് സ്പേസ്, ഡിലീറ്റ്, ഇവയാണ് നമ്മൾ എന്ന് വിളിക്കുക സ്പെഷ്യൽ പർപ്പസ് കീസ് എന്ന് വിളിക്കുക. ഡിലീറ്റ് കീ റിമൂവ്സ് ക്യാരക്ടർ ടു ദ റൈറ്റ് ഓഫ് ദ കർസർ. കണ്ടോ, നേരത്തെ പറഞ്ഞു എന്താണ് റൈറ്റ് നിന്ന് ഡിലീറ്റ് ചെയ്യാനാണ് ഡിലീറ്റ് കീ ഉപയോഗിക്കുക. അതുപോലെ ബാക്ക് സ്പേസ് എന്താണെന്ന് പഠിച്ചു. നമുക്കറിയാം എന്താണ് ക്യാരക്ടർ എവിടെന്ന ഫ്രം ദ ലെഫ്റ്റ് ഓർ ഫ്രം ദ ബാക്ക് ഓഫ് ദി കർസർ, അല്ലെങ്കിൽ ബിഫോർ ദ കർസർ എന്ന് പറയുന്നതാണ് ബാക്ക് സ്പേസ് അടിച്ചാലേ കർസറിന്റെ ബാക്കിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇൻസേർട്ട് കീ കൂടെ പഠിക്കാം. ഇൻസേർട്ട് കീ യൂസ് ടു ടോഗിൾ ബിറ്റ്വീൻ ടൈപ്പിംഗ് മോഡ് ആൻഡ് ഓവർ റൈറ്റ് മോഡ്. എന്തുകൊണ്ടായി ടൈപ്പിംഗ് മോഡ് ആൻഡ് ഓവർ റൈറ്റ് മോഡ്? ഇവിടെ ഞാനിപ്പോൾ ഇൻസേർട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു വെച്ചോളൂ. അതായത് ഇപ്പോൾ ഇത് ടൈപ്പ് മോഡിലാണ് കിടക്കുന്നത്. ടൈപ്പ് മോഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരു കാര്യം ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം ശ്യാം ടൈപ്പ് ചെയ്താൽ ഇത് നീങ്ങി പോകത്തേ ഉള്ളൂ. മനസ്സിലായോ? ഇത് ടൈപ്പ് മോഡാണ്. അതേസമയം ഇൻസേർട്ട് കീ വെച്ച് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻസേർട്ട് ആക്ടിവേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ യെസ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഈ ഐക്ക് മുകളിലായിരിക്കും വരിക. ഐ അങ്ങ് ഡിലീറ്റ് ആവും. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ സാധനത്തിന്റെ മുകളിലൂടെ ഓവർ റൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് അതിന് വേണ്ടിയിട്ട്. അതായത് ഓവർ റൈറ്റ് മോഡും ഇത് ടൈപ്പ് മോഡ് ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ കീബോർഡ് ഇല്ല. കീബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസേർട്ട് വർക്ക് ആവത്തുള്ളൂ. കീബോർഡിന് പകരം നമുക്ക് ലാപ്ടോപ്പ് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. കീബോർഡ് ഉണ്ടെങ്കിൽ ഇത്രയാണ്. നമുക്ക് ഇൻസേർട്ട് മോഡ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓവർ റൈറ്റ് മോഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ ടൈപ്പ് ചെയ്ത് പോകണം. മുകളിൽ കൂടെ എനിക്ക് ഈ സാധനം വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ഡിലീറ്റ് ആയിക്കൊണ്ടേയിരിക്കും, ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഡിലീറ്റ് ആയതിൻ്റെ മുകളിൽ കൂടെ എഴുതിക്കൊണ്ടേയിരിക്കാം നമുക്ക്. അതാണ് എന്ത് ആ ഒരു രണ്ട് മോഡൽ തമ്മിൽ നമുക്ക് ടോഗിൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത് മക്കളെ? ഇൻസേർട്ട് കീ കേട്ടോ. ഇൻസേർട്ട് കീ മറക്കേണ്ടതാണ്. കീ യൂസ് ടു ടോഗിൾ ബിറ്റ്വീൻ ടൈപ്പിംഗ് മോഡ് ആൻഡ് ഓവർ റൈറ്റ് മോഡ്. ടൈപ്പിംഗ് മോഡ് ആൻഡ് ഓവർ റൈറ്റ് മോഡ്. ഓക്കെ, ഇനി ടോഗിൾ കീസ് നോക്കാം. ക്യാപ്സ് ലോക്ക് ആൻഡ് നമ്പർ ലോക്ക് ആർ കാൾഡ് ടോഗിൾ കീസ്. ക്യാപ്സ് ലോക്കിന്റെ ഉപയോഗം നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? സ്വിച്ചസ് ലെറ്റർ ബിറ്റ്വീൻ എന്താണ് അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് അല്ലേ? നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അപ്പർ കേസ് മാത്രം കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ? ക്യാപ്സ് ലോക്ക് ഓൺ ആയി കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ക്യാപ്സ് ലോക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലോവർ കേസ് മാത്രം കിട്ടും. ഇനി നമ്പർ ലോക്ക് നേരത്തെ പഠിച്ചു. സ്വിച്ചസ് ബിറ്റ്വീൻ ന്യൂമറിക്കൽ കീപാഡ് ആൻഡ് ആരോ കീസ് അല്ലേ? നേരത്തെ പഠിച്ചാണ്. നമ്മൾ എന്താണ് പഠിച്ചത്? ന്യൂമറിക്കൽ കീപാഡിന്റെ മുകളിൽ ഇരിക്കുന്നു എന്താ? നമ്പർ ലോക്ക്. നമ്പർ ലോക്ക് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല? ന്യൂമറൽസ് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പകരം അതെന്തായിട്ട് മാറും? അത് ആരോ കീസിന് സമാനമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ടോഗിൾ കീസ് എന്ന് വിളിക്കുക. ഓക്കെ ആണ് മക്കളെ പറഞ്ഞത്? ഓക്കെ അല്ലടാ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടക്കത്തിലെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വരാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയി പോകും. ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും യമണ്ടൻ ക്ലാസ് ആയി പോകും. അപ്പോൾ നമുക്ക് ഈ കീസ്, പ്രധാനപ്പെട്ട കീസ് നമുക്ക് നോക്കി വരാം മക്കളെ. എന്താണ് ആൽഫ ന്യൂമറിക് കീസ് ആണെങ്കിൽ A to Z വരുന്നുണ്ട്. അതുപോലെ 0 to 9 വരുന്നുണ്ട്. ഷിഫ്റ്റ് കീ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള നമ്പറോ അല്ല ഈ പറഞ്ഞ സിമ്പിൾസ് എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ എസ്കേപ്പ് കീ എവിടെ കാണപ്പെടുന്നു? ലെഫ്റ്റ് ടോപ്പിൽ കാണപ്പെടുന്നു അല്ലേ? അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു കറണ്ട് ഫംഗ്ഷനെ അല്ലെങ്കിൽ ആ ഓപ്പറേഷനെ സ്റ്റോപ്പ് ചെയ്യാനോ അതിന് എസ്കേപ്പ് ചെയ്യാനോ എസ്കേപ്പ് കീ ഉപയോഗിക്കുന്നു. അതുപോലെ ഫംഗ്ഷൻ കീസ് എടുത്താൽ F1 to F12 വരെ ഉണ്ട്. അതുപോലെ എന്തൊക്കെ എൻ്റെ ഫംഗ്ഷൻസ് നോക്കാം മക്കളെ. F1 എന്ന് പറയുമ്പോഴത്തേക്കും സോമൻ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചു. എന്തിനു വേണ്ടിയിട്ട്? F2 പേര് മാറ്റാൻ വേണ്ടിയിട്ട്. F3 അവൻ പേര് അന്വേഷിച്ച് നടന്നു, സെർച്ച്. F4 അന്വേഷിച്ച് നടന്നു, ക്ഷീണിച്ചു, അവൻ ക്ലോസ് ആയി പോയി. F5 നമ്മുടെ സോമൻ്റെ അമ്മ എന്ത് ചെയ്തു? റിഫ്രഷ് ചെയ്ത് റീലോഡായി. F10 ആക്ടിവേറ്റ്സ് മെനു ബാർ. F12 സേവാസ്, മറന്നു പോകണ്ട. അതുപോലെ നാവിഗേഷൻ കീസ് നോക്കാം. നാവിഗേഷൻ കീസ് ഏതൊക്കെയാണ് മക്കളെ വരുന്നത്? ഹോം, എൻഡ്, ആരോ കീസ്, പേജ് അപ്പ്, പേജ് ഡൗൺ. അതുപോലെ പിന്നെ വരുന്നത് എന്താണ്? ഇത്രയും കാര്യങ്ങൾ. അതിൻ്റെ ഓരോന്നിനും ഫംഗ്ഷൻ നമ്മൾ പഠിച്ചാണ് അല്ലേ? ഓക്കെ, അതുപോലെ ഫോർമാറ്റിംഗ് കീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ വരും മക്കളെ? ഏതൊക്കെ വരും? അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. എന്തൊക്കെയാണ് വരുന്നത്? പ്രധാനമായിട്ടും റിട്ടേൺ ഓർ എൻ്റർ കീ. എൻ്റർ കീക്ക് പകരം റിട്ടേൺ കീ എന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ അടിക്കില്ല മക്കളെ. റിട്ടേൺ ഓർ എൻ്റർ കീ തന്നെ പഠിക്കണം. അതുപോലെ സ്പേസ് ബാർ, ടാബ് കീ വരുന്നുണ്ട് അല്ലെ? ഇത്രയും കാര്യങ്ങൾ വരുന്നത്. സ്പേസ് ബാർ നമ്മുടെ കീബോർഡിലെ ഏറ്റവും വലിയ കീ ആണ് സ്പേസ് ബാർ എന്ന് പറഞ്ഞാൽ മറക്കേണ്ട ആ കാര്യം. അതേപോലെ എന്താണ് ടാബ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അടുത്ത ടാബ് സ്റ്റോപ്പിലേക്ക് നമ്മുടെ കർസറിനെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നാവിഗേറ്റിംഗ് ത്രൂ ഐറ്റംസ് നമ്മൾ കണ്ടതാണല്ലേ? നാവിഗേറ്റിംഗ് ത്രൂ ഐറ്റംസിന് ടാബ് സഹായിക്കുന്നു. നമ്പർ ലോക്ക് ആക്ടിവേറ്റ്സ് ഓർ ഡീആക്ടിവേറ്റ്സ് ന്യൂമറിക്കൽ കീപാഡിനെ ആക്ടിവേറ്റ് ചെയ്യാനോ ഡീആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും നമ്പർ ലോക്ക്.
പ്രിന്റ് സ്ക്രീൻ ക്യാപ്ചർ അല്ലേ, എന്തെങ്കിലും നമുക്ക് സ്ക്രീൻ ഷോട്ട് എടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. എൻ്റർ റിട്ടേൺ കീ, എക്സിക്യൂട്ട് കമാൻഡ്സ് ഓർ സ്റ്റാർട്ട്സ് എ ന്യൂ ലൈൻ ഇൻ ടെക്സ്റ്റ്. മറന്നു പോകണ്ട. മോഡിഫൈ കീസ്, ദീസ് ആർ ദ കീസ് ദാറ്റ് മോഡിഫൈ ദ എഫക്ട്സ് ഓഫ് അതർ കീസ് അല്ലേ. വിൻഡോസ് കീ ഉണ്ട്, ഷിഫ്റ്റ് കീ ഉണ്ട്, കൺട്രോൾ ആൾട്ട് അല്ലേ, അതുപോലെ FN കീ, അതുപോലെ കമാൻഡ് കീയും ഓപ്ഷൻ കീയും പ്രധാനമായിട്ട് എവിടെ കാണപ്പെടുന്നു? മാക് OSൽ കാണപ്പെടുന്നു. കമാൻഡ് കീ വിൻഡോസ് കീക്ക് പകരമായിട്ട് കാണപ്പെടുന്നു കമാൻഡ് കീ, അതുപോലെ ഓപ്ഷൻ കീ ആൾട്ട് കീക്ക് പകരമായിട്ട് കാണപ്പെടുന്നു ഏത്? ഓപ്ഷൻ കീ. അതുപോലെ സ്പെഷ്യൽ പർപ്പസ് കീ എന്ന് പറയുമ്പോൾ ഡിലീറ്റും അതേപോലെ ബാക്ക് സ്പേസും പിന്നെ ഇൻസേർട്ട് കീ ഉണ്ടല്ലേ. അപ്പോൾ ഡിലീറ്റിന്റെ ബാക്ക് സ്പേസിന്റെ ഫംഗ്ഷൻ നമുക്ക് അറിയാം, പഠിച്ചാണ്. ഇൻസേർട്ട് കീ എന്ന് പറയുമ്പോൾ യൂസ് ടു ടോഗിൾ ബിറ്റ്വീൻ ടൈപ്പിംഗ് മോഡ് ആൻഡ് ഓവർ റൈറ്റ് മോഡ്. ഓക്കെ, ഇനി ടോഗിൾ കീസ് എന്ന് പറയുമ്പോഴത്തെ എന്താണ് വരുന്നത് പറയാം, നോക്കാം നമുക്ക്. എന്താണ്? ക്യാപ്സ് ലോക്ക് കീ, അതുപോലെ നമ്പർ ലോക്ക് കീ. ക്യാപ്സ് ലോക്ക് എന്തിനാ സഹായിക്കുന്നത്? സ്വിച്ചസ് ലെറ്റർ ഇൻപുട്ട് ബിറ്റ്വീൻ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ്. അതുപോലെ നമ്പർ ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂമറിക്കൽ കീപാഡിനെ എന്ത് ഡിസെൻഗേജ് ചെയ്യാനും എൻഗേജ് ചെയ്യാനും. അത് ഡിസെൻഗേജ് ചെയ്താൽ സംഭവിക്കുക, ഈ ന്യൂമറിക്കൽ കീപാഡ് എന്തായിട്ട് മാറും? ആരോ കീസിന് പകരം നമുക്ക് ഉപയോഗിക്കാം അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കീബോർഡുമായിട്ട് ബന്ധപ്പെടുത്തി ഇൻപുട്ട് ഡിവൈസുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. മൗസ് അടക്കമുള്ള മറ്റ് ഇതര ഇൻപുട്ട് ഡിവൈസ് എല്ലാം, അതുപോലെ ബാക്കിയുള്ള പ്രീവിയസ് ക്വസ്റ്റിനും മോഡൽ ക്വസ്റ്റിനും എല്ലാം അടിപ്പനായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ ക്ലാസ്സിന് പരീക്ഷ ഉണ്ടാവില്ല. അടുത്ത പാർട്ടോട് കഴിഞ്ഞിട്ടാണ് പരീക്ഷ വരുന്നത്. അടിപ്പനായിട്ട് പരീക്ഷ എല്ലാം ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റിയ പരീക്ഷയാണ് കേട്ടോ. ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. ഇതിൽ ഫുൾ മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പായിട്ട് PSC പരീക്ഷ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസ നേരെയാണ്. താങ്ക് യു.